ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗണേശായ നമ. അൻപാർന്നങ്കത്തിലേറ്റി പരിചൊടുമുലയൂട്ടും നമാധാവിനെ തൻ കൊമ്പിൻ തുമ്പാൽ ചൊറിഞ്ഞു തിരുമുടിയിൽ വിളങ്ങും നമുഗ്ധേന്ദുകണ്ഠം മന്ദസ്മിതം കൊണ്ടുമെല്ലെ തടവിയുമകജാശങ്കരർക്കുള്ളിലൊപ്പം സംഫുല്ലാനന്ദമേകും ശിശുഗജവദനൻ നീക്കണം വിഘ്നമെല്ലാം. ദോർഭിയുക്ത ചതുർഭിസ്ഫടികമണിമയീ വക്ഷമാലാം ദധാന ഹസ്തേനൈകേന പത്മം സിതമഭീച്ച ശുകം പുസ്തകം ചാഭരേണ വാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭ വാസമാന സമാന സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ഓം സംസരസ്വത്യേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേധാരം പ്രണതോസ്മി സദാശിവം. ഓം കോമളം കൂജയന്മേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ വാസദാം പുരദോ മമ. നാരായണ 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 നാരായണ. മാന്യ ശ്രോതാക്കൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഈ സത്രവേദിയിൽ ഇരുന്നു കൊണ്ട് ഭഗവത് വിചാരം ചെയ്യാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം ഭാഗ്യമായി കണക്കാക്കുന്നു. നമുക്ക് ദശമസ്കന്ധത്തിലെ 58, 59 അധ്യായങ്ങൾ, 2 അധ്യായങ്ങളാണ് ഇപ്പോൾ വിചാരം ചെയ്യുവാനുള്ളത്. ഭഗവാന്റെ വിവാഹങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ രുക്മിണി സ്വയംവരത്തിന് ശേഷം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭംഗിയായിട്ടുള്ളതായ സ്വയംവര വിശേഷവും അതുപോലെ ജാമ്പവതി, സത്യഭാമ 3 പരിണയ വിശേഷങ്ങൾ നാം ഇപ്പോൾ ഗ്രഹിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും തന്നെ, എല്ലാ ഭക്തജനങ്ങൾക്കും ഇതെല്ലാം കേൾക്കുവാനും അതുപോലെ ഇത് പറയുവാനും എല്ലാം കഴിയുന്നത് എന്തുമാത്രം ശ്രീ ഗുരുവായൂരപ്പൻ്റെ കരുണാനിധിയായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം തന്നെ അല്ലേ. അപ്രകാരം ജന്മാന്തരേ ഹൃദേ പുണ്യം തഥാ ഭാഗവതം ലഭ്യതെന്നാണ്. എല്ലാവർക്കും ഒരുപക്ഷെ ഈ ഭാഗ്യം ലഭിച്ചു എന്നിരിക്കില്ല. ജന്മാന്തരേ ഹൃദയ പുണ്യം, ഏതെല്ലാം ജന്മങ്ങൾ കഴിഞ്ഞ് 84 ലക്ഷം യോനികളിലൂടെയെല്ലാം ജീവിച്ചാണ് നാം ഇന്നിങ്ങനെ മനുഷ്യനായി വന്നിരിക്കുന്നത്. അപ്പോൾ വിവേകിയായിരിക്കുന്നതായ ആ സമയത്ത് ഈശ്വരസ്മരണയോടെ ഈശ്വര കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് എത്ര മുന്നേറാൻ കഴിയുന്നുവോ അത്രയും നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ ഭഗവത് ശക്തിയിൽ, ആ അനുകമ്പയിൽ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു തരികയാണ്. ആ സ്വയംവരം വിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കാൻ തന്നെ കഴിയുന്നത് ഏറെയേറെ പുണ്യമെന്ന് പറയുന്നതായ ഭാഗത്തിലൂടെ നമുക്ക് 58-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ സ്വയംവര വിശേഷത്തിൽ നാം കാണുകയുണ്ടായി എത്ര ബുദ്ധിമുട്ടിയാണ് ദേവി ഭഗവാനെ സ്വന്തമാക്കിയത് എന്ന്. ജീവാത്മാ പരമാത്മാ ഐക്യമാണ് നാം ഓരോരുത്തരും, നാം എല്ലാവരും അങ്ങനെ ഓരോ രുക്മിണിമാരാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ പതിയായി ലഭിക്കണേ എന്നാണ് ഉള്ളിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ആഗ്രഹം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ പതിദേവന്മാരും അതുപോലെ പത്നിപദവും എല്ലാം പരസ്പരം ഈശ്വര അനുകമ്പയോടുകൂടി തന്നെ, അനുഗ്രഹത്തോടുകൂടി തന്നെ കണ്ടെത്തുന്നവരുമാകുന്നു. നാം വിചാരിക്കും നമ്മുടെ കഴിവ് കൊണ്ട് മാത്രമാണ് നമുക്ക് ഓരോന്നും നേടാൻ കഴിയുന്നത്. അതൊന്നുമല്ല അതിൻ്റെ യഥാർത്ഥ സത്യം. എന്താണ്? ഭഗവത് പ്രീതി ഉണ്ടെങ്കിൽ, ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഏത് കാര്യത്തിലും മുന്നോട്ടുള്ളതായ ചലനം ഭംഗിയായി കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു തരുന്നു.
അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന രുക്മിണി ദേവിയുടെ 5 സഹോദരന്മാർ പല കാര്യത്തെ കൊണ്ടും ദേവിയെ കൃഷ്ണനുമായിട്ടുള്ളതായ വിവാഹത്തിൽ നിന്നൊക്കെ തടസ്സപ്പെടുത്തുന്നു. ശിശുപാലന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായ ദേവി എങ്ങനെ മനസ്സു നൊന്തുകൊണ്ടാണ് ആ രുക്മിണി സന്ദേശം 7 ശ്ലോകങ്ങളിലൂടെ എല്ലാം നൽകിയതെന്നെല്ലാം ആചാര്യശ്രേഷ്ഠന്മാർ വിശദീകരിച്ച് നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ടാവും. അങ്ങനെ ദേവിയുടെ ആ അഭിലാഷം എന്തോ അത് പൂർത്തീകരിക്കുവാൻ ഭഗവത് സായുജ്യത്തെ നേടുവാനായിട്ട് അനന്യമായ അമ്മയുടെ ഭക്തി മൂലം കഴിഞ്ഞുവെന്ന് നമുക്ക് സ്വയംവരത്തിലൂടെ പറഞ്ഞു തരുന്നു. അതിനോട് ഒത്തു തന്നെ പിന്നെ തൊട്ടുടനെ തന്നെ ആ വിവാഹത്തിന് ശേഷം ഭഗവാനുണ്ടായതായ ചെറിയ ആ ഒരു അപമാന വിശേഷമാണ് സെമന്തക മണിയുടെ ചരിതത്തിലൂടെ വന്നെത്തിയത്. അപ്പോൾ യാദവനായിരിക്കുന്ന സത്രാജിത്ത് എന്നും 8 ഭാരം സ്വർണമാണ് ഇതുകൊണ്ട് കിട്ടുവാനുള്ള മേന്മ എന്നറിഞ്ഞപ്പോൾ സൂര്യോപാസകനായിരിക്കുന്നതായ അദ്ദേഹം വളരെ കാര്യമായിട്ട് ആദ്യ ദിനങ്ങളിലെ പൂജയെല്ലാം നന്നായി തന്നെ നടത്തിക്കൂട്ടി. ഇടയ്ക്ക് ഭഗവാൻ പറയുകയുണ്ടായി സന്ദർശന വേളയിൽ, അത് നിന്റെ അടുത്ത് വെക്കുന്നത് അപകടമാണ്, ഹസ്തിനാപുരിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് എവിടെയാണെങ്കിൽ കള്ളന്മാരൊന്നും എത്തുകയുമില്ല. പിന്നെ ഈ മണിയുടെ സവിശേഷതയിൽ എത്ര പൂജ നൽകിയാലാണ് അതിൻ്റെ ആ 8 ഭാരം സ്വർണം എന്നുള്ളത് നീ മനസ്സിലാക്കുന്നില്ല സത്രജിത്തെ. വേണ്ടതുപോലെ സുരക്ഷിതമായി ചെയ്യാമെന്ന് ഭഗവാൻ പറഞ്ഞപ്പോഴും ഒരുപക്ഷെ ധാരാളം സ്വർണവും ധനവും സമ്പത്തുമെല്ലാം എത്തുമ്പോൾ ഭഗവാനും അതിലൊരു അസൂയുണ്ടോ, അതുകൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞത് എന്ന് കരുതിക്കൊണ്ട് സത്രാജിത്ത് അതൊട്ട് കൊടുക്കുവാനും തരപ്പെട്ടില്ല. പിന്നീടോ പതുക്കെ എന്താ ഒരു സന്നികർഷതാബോധം വരും നമുക്ക്. ആദ്യം ഒരു വസ്തുവിനെ കിട്ടുമ്പോൾ ആദ്യമുള്ള ദിവസങ്ങളിൽ നല്ല പോലെ എല്ലാ രീതിയിലും അതിൻ്റെ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. പിന്നീടാകുമ്പോഴോ അത് പതുക്കെ കുറഞ്ഞു വരും. അങ്ങനെ ആ കുറഞ്ഞു വരുന്നതായ ഒരു അവസ്ഥ പോലെയായി സത്രാജിത്തിന്. കാരണം മണി അതിൻ്റെ രീതിയിൽ പല കൈകളിലൂടെ പ്രസേനജിത്തിൻ്റെ സത്രജിത്തിൻ്റെ സഹോദരനായ പ്രസേനജിത്ത് അത് നായാട്ടിന് പോകുന്ന സമയത്താണ്. കാട്ടിലേക്ക് പോകുന്ന സമയത്ത് മണിയെ കഴിഞ്ഞു പോകേണ്ടതുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ എന്താ, വരും വരായകൾ അതൊക്കെ വന്നേ പറ്റുള്ളൂ അല്ലേ. അതാ പോകുന്നു, സിംഹം അതിക്രമിക്കുന്നു. അതിനുശേഷം അതാ എന്തെന്നറിയാത്ത അതിൻ്റെ മഹാത്മ്യത്തെ കണ്ടുകൊണ്ട് ഒന്നും തിരിച്ചറിയാതെ കണ്ടതായ ആ വാനരശ്രേഷ്ഠൻ വന്ന് കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഒരു സുന്ദരമായ മണിയെ കണ്ടപ്പോൾ കുട്ടികൾക്ക് കളിക്കട്ടെ അവരെ എന്ന് കരുതിക്കൊണ്ട് കൊണ്ടേ കൊടുത്തിടത്തു നിന്നാണ് വീണ്ടും അതിൻ്റെ തിരിച്ചെടുപ്പ്. ഏതായാലും മണി കാണാനില്ല എന്നുള്ളതായ വാർത്ത ഭഗവാൻ ഒരു ഇച്ഛയുണ്ടായിരുന്ന മൂലം അവിടുന്ന് ആയിരിക്കും അത് അപഹരിച്ചതെന്ന് അങ്ങനെ കർണാപജപയമായിരിക്കുന്ന വാർത്തകളിലൂടെയൊക്കെ എല്ലായിടത്തും ചെന്നെത്തിയപ്പോൾ ഭഗവാനെ വിചാരിച്ചു തീർച്ചയായും ഇത് കണ്ടെത്തി തിരിച്ചേൽപ്പിക്കണം. അങ്ങനെ ഒരു അപവാദവും തനിക്ക് ശിരസിലോ മനസ്സിലോ സൂക്ഷിക്കേണ്ടതുണ്ടോ? അതാണല്ലേ നമ്മുടെ അവസ്ഥ. എത്ര നല്ല കാര്യങ്ങളിലൂടെ കടന്നുപോയ ഒരു ചെറിയ കാര്യത്തിൽ ഒരു പിശകുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സെപ്പോഴും അതിൽ തന്നെ അങ്ങനെ ഹാങ്ങായി നിൽക്കും. അപ്പോൾ ആ വിഷമങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി ഭഗവാൻ ആകുന്നത്ര തന്നെ പരിശ്രമിച്ചുകൊണ്ട് ആ സമന്തകമണിയെ വീണ്ടെടുത്ത് സത്രജിത്തിന് കൊടുക്കുമ്പോൾ അവിടെ നിന്നും ഉപഹാരമായിട്ട് സത്യഭാമ എന്ന സുന്ദരിയെയും കൂട്ടത്തിൽ ജാമ്പവാനിൽ നിന്നും കിട്ടിയപ്പോൾ അവിടെ നിന്നും ഭഗവാനെ തിരിച്ചറിഞ്ഞതായ നിമിഷം ശ്രീരാമ അവതാര കാലത്തുള്ളതാണ്. ജാമ്പവാന് കുടുംബവും ആ ജാമ്പവതിയെ, ഭഗവാനേക്കാൾ കുറച്ച് പ്രായം കൂടുതലുണ്ട് എങ്കിലും സുന്ദരിയായ ആ ജാമ്പവതിയെ കൂടി ഭഗവാന് സമ്മാനമായി കൊടുത്തു. അങ്ങനെ ഭഗവാൻ ഇപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൽ എത്ര പേരുടെ കൂടെയായി? 3 പേരുടെ കൂടെ കഴിയുന്നതായ കാലമാണ്. 58-ാം അധ്യായം തുടങ്ങുമ്പോൾ നമുക്ക് പാഞ്ചാലി സ്വയംവരത്തിന് ശേഷം ഭീഷ്മരുടെ മധ്യസ്ഥതയിൽ കുരുരാജ്യം രണ്ടായി തിരിക്കുമ്പോൾ ഇന്ദ്രപ്രസ്ഥം രാജധാനിയാക്കിക്കൊണ്ട് ധർമ്മപുത്രര് രാജാവായി വാഴുന്നതായ കാലമാണ്. അപ്പോഴാണ് പിന്നെ അർജുനനും സന്യാസി വേഷത്തിൽ തീർത്ഥാടനം നടത്തിക്കൊണ്ട് ദ്വാരകയിലെത്തി ഭഗവാന്റെ സഹോദരിയായ സുഭദ്രയെ കൃഷ്ണഭഗവാന്റെ സമ്മതത്തോടുകൂടി തന്നെ അപഹരിച്ചു. അതിൽ ബലരാമൻ കരുതിയിരുന്നു സുഭദ്രയെ ആർക്കാണ്? ദുര്യോധനാദികൾക്ക് കൊടുക്കണമെന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ ഭഗവാന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ഏട്ടൻ്റെ അടുത്ത് വളരെ ലളിതമായിട്ട് സ്നേഹപൂർവ്വമൊക്കെ നല്ല ഉപഹാരങ്ങളൊക്കെ കൊടുത്ത് ഭഗവാന്റെ കോപത്തെയൊക്കെ മാറ്റിയെടുത്ത്
അത് ഉത്തമമായ രീതി തന്നെയാണ്. അർജുനൻ്റെ കൂടെ തന്നെ നമ്മുടെ സുഭദ്ര വാഴട്ടെ എന്നുള്ളതായ ആ സന്തോഷത്തിൽ പിന്നെ അങ്ങനെ അങ്ങ് നിൽക്കുമ്പോൾ അവർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കടന്നെത്തുകയാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തുമ്പോഴേക്കും പാണ്ഡവരുടെ ഭരണകൂടം യമുനാ നദീതീരത്ത്. അപ്പോൾ അരക്കില്ലത്തിൽ അപ്പോൾ അരക്കില്ലം എന്താണെന്നൊന്ന് ചിന്തിക്കാം. അരക്കില്ലം എന്ന് പറയുമ്പോൾ അവിടെ അരക്ക്, പിന്നെ നെയ്യ്, ചെറിയ ചുള്ളിക്കമ്പുകൾ കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്നതായ ചണ, ചുള്ളിക്കമ്പ്, മുള, നെയ്യ് ഇവയെല്ലാം കൊണ്ട് താൽക്കാലികമായിട്ട് ധൃതരാഷ്ട്ര ആ രാജ്യത്തിൻ്റെ പകുതി കൊടുക്കാനുള്ളതായ സമയമാവുമ്പോൾ അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തി എല്ലാവരെയും പാണ്ഡുപുത്രന്മാരെയും കുന്തി ദേവിയെയും അയക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് വാരണാവതത്തിൽ ഒരുക്കിയിരിക്കുന്നതായ ഭാഗമാണ് ലാക്ഷാഗ്രഹം, അല്ലെങ്കിൽ ഇവിടെ അരക്കില്ലം എന്നറിയുന്നത്. അപ്പോൾ അവരെല്ലാവരും കൃത്യസമയത്ത് തന്നെ കൃഷ്ണ ചതുർദശി ദിവസമാണ് അന്ന് ആ വധം സംഭവിക്കണമെന്ന് കരുതി പുരോചനൻ എന്ന് പറയുന്നതായ തൻ്റെ ഒരു പ്രതിനിധിയെ അയച്ചിരിക്കുകയാണ് ദുര്യോധനൻ. ആ ദിവസം ഇന്ന പ്രകാരം സംഭവിക്കുമെന്ന് മുന്നേ കൂട്ടി അറിയാവുന്നതായ ഭീമനാകട്ടെ അതിനു മുമ്പേ തന്നെ ആ ഗ്രഹ അന്തർഭാഗത്തുകൂടെ ഖനികൻ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ സഹായത്തിലൂടെ ഒരു രഹസ്യ ഗുഹയുണ്ടാക്കിയിട്ട് അവിടെ നിന്നും എല്ലാ കുന്തിദേവിയും മക്കളും എല്ലാവരും രക്ഷപ്പെടുത്താനുള്ളതായ വഴിയൊരുക്കുകയും തത്സമയം അതിൻ്റെ തലേനാൾ തന്നെ അതായിരുന്നു ഉള്ളിലുള്ള പ്ലാന്. അപ്പോഴേക്കും തന്നെ അവിടെ ഒരു ബ്രാഹ്മണ കുടുംബത്തിന് ഒന്നൊന്നില്ല അനേകം ബ്രാഹ്മണരെ വിളിച്ച് നല്ലപോലെ ഭോജ്യങ്ങളും ധനവും ദക്ഷിണയും എല്ലാം കൊടുത്ത് അവരുടെ അനുഗ്രഹങ്ങൾക്ക് അനുഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയുള്ളതായ ശ്രമം കുന്തിദേവിയുടെ മനസ്സിലുതിർന്ന ഒരാഗ്രഹമാണ്. ഒരു ബ്രാഹ്മണ ഭോജ്യങ്ങൾ അല്ലെ, ബ്രാഹ്മണരെ കാൽ കഴുകി ചൂട്ട് എന്നൊക്കെ നാം പറയുന്നു. അങ്ങനെയൊക്കെയുള്ളതായ ഒരു കാര്യങ്ങൾ ചെയ്ത് അനുഗ്രഹമൊക്കെ നേടി നാളെ എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മളെ വധിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു കുരുക്കന്മാർ. അങ്ങനെ ആലോചിച്ച് നിൽക്കുക. അന്ന് ആ ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പേ ഒരു രാക്ഷസിയും 5 മക്കളും കൂടി അവിടെ വന്നെത്തി. അവർക്കും വേണ്ട രീതിയിൽ ഇപ്രകാരം ധനവും ഭോജ്യങ്ങളും ഒക്കെ നൽകിയിട്ട് അവരന്ന് മടങ്ങുന്നില്ലത്രേ. അവരവിടെ തന്നെ വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പുരോചനന കൃഷ്ണ ചതുർദശി ആകുന്നതായ ദിവസത്തെ കാത്തിരിക്കുകയാണ്. അന്ന് വേണം ഈ ഗ്രഹത്തിന് തീയിട്ട് ഇല്ലാതാക്കുവാൻ എന്ന് അത് മുൻമേ കണക്കാക്കിക്കൊണ്ട് ഭീമൻ അതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് രഹസ്യ ഗുഹയിലൂടെ പുറത്തേക്ക് പോയിരിക്കുന്നത്. അതിന് തത്സമയം കൊടുത്തതായ സഹായം ഖനകൻ്റെ ആയിരുന്നു. ആ ഖനകൻ അത് തന്നെ ചെന്ന് വിതുരരെ മാത്രമാണ് ഈ വിശേഷം അറിയിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും പിറ്റേ ദിവസം അരക്കില്ലത്തെക്കുറിച്ചുള്ള വിശേഷം നോക്കുമ്പോഴോ അവിടെ ആകെ ഇത്രയും ശവശരീരം കിടപ്പുണ്ട്. അപ്പം തീർച്ചയായിട്ടും കുന്തിയും മക്കളും എല്ലാം ചാമ്പലായിട്ടുണ്ട് എന്നായിരുന്നു അവരുടെ സങ്കല്പം. അപ്പോൾ അതൊന്നും നടന്നില്ല. അപ്പോൾ അങ്ങനെ ആ പാണ്ഡവരെല്ലാവരും കിടന്ന് ദഹിച്ചു പോയി എന്ന് സകല ജനങ്ങളും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു കാലത്താണ് പാഞ്ചാലി സ്വയംവരവും കൂടി വരുന്നു. ആ അവസരത്തിൽ അവര് മരിച്ചെഴുന്നേറ്റ് വന്നിട്ടത് എന്നതുപോലെ ആശ്ചര്യമായിക്കൊണ്ട് സകല ജനങ്ങളും അവിടേക്ക് ബന്ധുമിത്രാദികളും എല്ലാവരുമായിട്ട് ശ്രീകൃഷ്ണനും അടക്കം എല്ലാവരും ഇവരെ കാണുവാനായിട്ട് എത്തുന്നതായ സന്ദർഭമാണ്. പാണ്ഡവ പക്ഷപാതിയായിക്കൊണ്ട് സാത്യകൻ്റെ പുത്രനാണ്. പിന്നെ ഒരു അക്ഷൗഹിണിയെ മുഴുവനായിട്ടും നയിക്കുന്നതായ മഹാഭാരതത്തിലെ ഒരു ധീരയോദ്ധാവാണ്. അദ്ദേഹവും കൂടെയുണ്ട്. ഇന്ദ്രപ്രസ്ഥം ഇന്ന് നമുക്ക് ഡൽഹി എന്നറിയപ്പെടുന്നതായ സ്ഥലം. അവിടെ എത്തിയിട്ട് ദൃഷ്ട്വാതമാഗതം പാർത്താ മുകുന്ദമഖിലേശ്വരം ഉത്തസ്തുർയുഗപത് വീരാ പ്രാണാമുഖ്യമിവാഗതം. ഭഗവാനെ ദർശിച്ച മാത്രയിൽ തന്നെ സകല സന്താപങ്ങളും ഇല്ലാതായതുപോലെ പരമാനന്ദത്തിൻ്റെ ഒരു നിർവൃതിയാണ് പാണ്ഡവരിലുണ്ടായത്. ഇന്നലെ വരെ താം അനുഭവിച്ചതായ വിഷമങ്ങളെയെല്ലാം ഓർത്തോർത്തങ്ങനെ നൊന്തു കഴിയുന്നതായ സമയത്താണ് ഭഗവാന്റെ ദിവ്യദർശനം അവർക്ക് ലഭിക്കുന്നത്. ആ ദിവ്യദർശനത്തിങ്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗ്രഹത്തിൽ വന്നതായ ഉടനെ ഓരോരുത്തരും ചെന്ന് ആചാര ഉപചാരങ്ങളോടെ ഭഗവാനെ സ്വീകരിക്കുകയാണ്. അങ്ങനെ ചെയ്യും. അപ്പോൾ അവരുടെ ഒരു മുഖ്യപ്രാണൻ എങ്ങനെയാണോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലേക്കും ഒരേ സമയം വ്യാപൃതമാകുമ്പോൾ കണ്ണുകൊണ്ട് കാണുവാനും ചെവി കൊണ്ട് കേൾക്കുവാനും മൂക്കുകൊണ്ട് മണക്കുവാനും അതുപോലെ രസനെ അറിയുവാനും സ്പർശനം അറിയുവാനും സഹായിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ മുഖ്യപ്രാണനാകുന്ന പരമാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നു അല്ലേ എന്നതുപോലെ ഒരു നിമിഷം കൊണ്ട് ആ പാണ്ഡവര് ദുഃഖങ്ങളെല്ലാം മറന്ന് എല്ലാവരും പഞ്ചവൃത്തിയെ നടക്കുന്നതായ ആ മുഖ്യപ്രാണൻ തങ്ങളോടൊപ്പം എന്ന് കണ്ടപ്പോൾ അവർക്കുണ്ടായ മോഹാലസ്യത്തെയെല്ലാം
വെടിഞ്ഞു. അവര് ഉണരുന്നത് പോലെ ആ കൃഷ്ണ ദർശന ലാലസത്തില് വളരെ സന്തുഷ്ടരായി കാണപ്പെട്ടു. പിന്നീട് അവര് അനുരാഗസ്മിതമായി കൊണ്ട് ഭഗവാനെ, വീരന്മാരായ ആ പാണ്ഡവന്മാർ ശ്രീകൃഷ്ണനെ കണ്ട ഉടനെ തന്നെ ഏതെല്ലാം രീതിയിലാണ് ഓടി ഓടി വന്ന് ആലിംഗനം ചെയ്തത് എന്ന് പറയാ. ഭഗവാന്റെ ആ ദേഹസ്പർശം കിട്ടിയതോടുകൂടി തന്നെ ആ സന്തോഷം, അതുവരെ ഉണ്ടാകാതിരുന്നതായ ആ സന്തോഷം, കുറച്ചുകൊണ്ട് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒന്ന് ചിരിക്കുവാൻ പോലും സങ്കടത്തിലാകും അല്ലേ. ഇതെല്ലാം മാറിയിട്ട് സന്താപത്തെ എല്ലാം നശിപ്പിച്ച് ആ സന്തോഷം മാത്രം തരുന്നതായ രീതിയിൽ പ്രത്യേക സ്നേഹ അതിശയത്തെ പരസ്പരം അവർക്ക് കൃഷ്ണദർശനത്തിലൂടെ നേടുവാൻ കഴിഞ്ഞു. അത്രയും ധർമ്മപുത്രസ്യ യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം ഫാൽഗുനം പരിരഭ്യാധായ മാഭ്യാം ച അഭിവന്ദിതാം. ധർമ്മപുത്രരും ഭീമരും യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനേക്കാളും ജ്യേഷ്ഠരാണ്. അതുകൊണ്ട് അവരുടെ അടുത്ത് എന്ന് ഭഗവാൻ പാദനമസ്കാരം ചെയ്യുന്നു. ഫാൽഗുനം പരിരഭ്യാത, ഫാൽഗുനനെ അർജുനനെ എന്ത് ചെയ്തു? സമവയസ്കനാണ്, അതുകൊണ്ട് ആലിംഗനം ചെയ്തു. യമാഭ്യാം ച അഭിവന്ദിത, ഇരട്ടപുത്രന്മാരായ നകുല സഹദേവന്മാര് അവര് ഭഗവാനേക്കാൾ താഴെയാണ്. അപ്പോൾ അവര് അങ്ങോട്ട് ചെന്ന് ഭഗവാനെ നമസ്കരിച്ചുമെല്ലാം ആദിത്യ മര്യാദകൾ, ആചാരോപചാരങ്ങൾ പറയാം. ഇന്ന് നമ്മുടെ മക്കൾക്കൊക്കെ വളരെ കുറവുള്ളതായ ഒന്നിത്. നാം ഇതെല്ലാം ഈ പുരാണങ്ങളിലൂടെ, ഈ സ്മരണകളിലൂടെയെല്ലാം നേടുമ്പോൾ നമ്മുടെ അടുത്ത ആ ജനറേഷനിലും കൂടെ ഈ സത്വസ്തുക്കളെല്ലാം പകരുവാൻ കൂടി ബാധ്യസ്ഥത ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ പരസ്പരം ആലിംഗനമെല്ലാം ചെയ്തതിനു ശേഷം ഉത്തമമായ രീതിയിൽ, ഇപ്പോൾ പാഞ്ചാലി സ്വയംവരത്തിന് ശേഷം അധിക ദിവസമായിട്ടില്ല, നവോഢയായിട്ട് സുന്ദരിയായിരിക്കുന്നതായ പാഞ്ചാലിക്കും വന്ന് ഭഗവാനെ നമസ്കരിക്കാനുണ്ട്. അപ്പോൾ ലോകവിധി പ്രകാരം 5 ഭർത്താക്കന്മാരെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ശങ്ക ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമല്ല, എങ്ങനെയാ അവള് പതിവ്രതയാണ്, അനിന്ദിതയാണ് എന്നൊക്കെയുള്ള പ്രത്യേക വ്രീഡിതയായിരിക്കുന്നതായ പാഞ്ചാലിയാണ്. എല്ലാം കൊണ്ടും ഒരു ശങ്കയുമില്ലാതെ കണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടപ്പോഴേക്കും നമസ്കരിക്കാനായിട്ട് പാഞ്ചാലിയും ഓടിയെത്തി. ആ അവസരത്തിൽ ഭഗവാന് നിശ്ചയിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ആസനം, അവിടെ സിംഹാസനത്തേക്കാൾ ഉയർന്നൊരു രാജസിംഹാസനമുണ്ട്. അവിടെ കൊണ്ടുപോയി ഭഗവാനെ ഉത്കൃഷ്ടവും രമണീയവുമായിരിക്കുന്നതായ ആസനത്തില് സ്ഥാനം കൊടുക്കുകയാണ്. പിന്നീടും സാത്വികി കൂടത്തിൽ വന്നിരിക്കുന്നതായ യാദവംശരൊക്കെയുണ്ട് കുറച്ചു പേര്. അവർക്കും എല്ലാവർക്കും ഉതകുന്ന രീതിയിലുള്ളതായ ആസനങ്ങളെല്ലാം കൊടുത്ത് അവരെ എല്ലാവരെയും പൂജിച്ച് എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാന് ചുറ്റും ഇങ്ങനെ നിന്ന് സേവിക്കുകയാണ്. നമ്മുടെ മനസ്സിലൊന്ന് ആ രംഗം ഒന്ന് ആലോചിച്ച് കണ്ടു നോക്കി. ഭഗവാന് ചുറ്റും അത്രയധികം പേര് വന്നങ്ങനെ ഭഗവാനെ സേവിച്ച് നിൽക്കുമ്പോൾ അവിടെ മൂത്തതായ തങ്ങളുടെ അമ്മായി അല്ലെ കുന്തിദേവിയുണ്ട്. ദേവിയെ ഒന്ന് നമസ്കരിക്കാൻ പോകണ്ടേ? പ്രദാം സമാഗത്യ കൃതാഭിവാദനസ്തയാദിഹാർദ്ദൃശാഭിരംഭിത ആപൃഷ്ടവാം സ്ഥാം കുശലം സഹസ്നുഷാം പിതൃക്ഷസാരം ഹരിപൃഷ്ടബാന്ധവാം. പെട്ടെന്ന് തന്നെ ഭഗവാൻ അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ച് അവിടെ കുന്തിദേവിയെ നമസ്കരിക്കുന്നു. കൃഷ്ണനെ കണ്ടതായ സന്തോഷ ആധിക്യത്താൽ ആനന്ദ അശ്രുക്കളെ കൊണ്ട് കുന്തിദേവിക്ക് കുറച്ച് സമയം ഒരു വേണ്ട രീതിയിലൊന്നും സംസാരിക്കാൻ കഴിയാതെ കൊണ്ട് എന്താ ആ ഭക്തി കൊണ്ടും അതുപോലെ താൻ എത്രയധികം കാത്തിരിക്കുന്നതായ ഭഗവാനെയാണ് ഇപ്പോൾ കൺമുമ്പിൽ തനിക്ക് കണ്ട് തൊട്ടുതൊഴാൻ പാകത്തിന് വന്നു നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ പുത്രതുല്യനായിരിക്കുന്നതായ കൃഷ്ണനെ അരികത്തേക്ക് പിടിച്ചങ്ങനെ ആലിംഗനം ചെയ്ത് ആ ഭഗവാനോടുള്ളതായ ഭക്തിയിൽ ദേവി എന്തെന്നില്ലാത്തതായ ഒരു പ്രത്യേക വികാരം അത് ദേവിയിൽ ഉണ്ടാകുന്നു. കൃഷ്ണനോട് ചോദിച്ചു, പാഞ്ചാലിയും കൂടെ നിൽക്കുന്നുണ്ട്, ദേവിക്കും ആഗ്രഹം. അപ്പോൾ ചോദിച്ചു, സുഖമല്ലേ? പാഞ്ചാലിയോടും വിശേഷം ചോദിക്കുന്നു. കുന്തിദേവി ഭഗവാനോടും ചോദിക്കുകയാണ്, ദേവകി അമ്മയ്ക്കും പിന്നെ വസുദേവർക്കുമെല്ലാം സുഖമല്ലേ കണ്ണാ എന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടും പ്രേമ വൈക്ലവ്യ രുദ്ധകണ്ഠാശ്രുലോചനാ സ്മരന്തി, പറയുവാൻ കഴിയാത്ത അത്ര പ്രേമത്തിൻ്റെ പ്രസരണമാണ് ആ ലക്ഷണമായിട്ടാണ് തൻ്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞത് അല്ലേ. ഭഗവത് കഥ കേൾക്കുമ്പോൾ ഗതമാകുന്നതായ നമ്മുടെ ഖണ്ഡവും ആനന്ദാശ്രുക്കൾ നിറയുന്ന നമ്മുടെ കണ്ണുകളുമെല്ലാം എന്താണ്? അവയെല്ലാം ഉണ്ടായിരിക്കണം. ഭഗവത് ഭക്തിയിൽ ആർദ്രമാകണം നമ്മുടെ ചിത്തം, മനസ്സ് എന്നത്.
അപ്പോഴാണ് നമുക്കത് സംഭവിക്കുക. അല്ലാതെ കഥാഭാഗങ്ങളെല്ലാം വിശദീകരിക്കുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളിലെല്ലാം പെട്ടാൽ മനസ്സ് പെട്ടെന്ന് അതിൽ നിന്നൊക്കെ നീങ്ങിപ്പോകും. ഇവിടുന്ന് പിടിച്ചു കൊണ്ടുവരണം. കാരണം ചുരുങ്ങിയ ദിവസങ്ങളും ചുരുങ്ങിയ നിമിഷങ്ങളുമാണ്. അതിൽ ഒരു നിമിഷം പോലും മൂല്യവത്തല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എത്രത്തോളം ആത്മാർത്ഥമായി നാം അതിൽ പങ്കുകൊള്ളുന്നു അത്രയും അനുഗ്രഹവും ആശിസ്സുമാണ് ഭഗവാൻ ഓരോ നിമിഷത്തിലും തരുന്നത്. അപ്പോൾ താൻ അനുഭവിച്ച മഹാദുഃഖങ്ങളെല്ലാം ഓർത്തതായ കുന്തിദേവി കൃഷ്ണദർശനം കൊണ്ട് ഇനിയിപ്പോൾ ദുഃഖത്തിൻ്റെ എല്ലാം ഒരു പര്യവസാനം തങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു എന്നങ്ങനെ നിശ്ചയിച്ചുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു, തദൈവ കുശലം നോഭോത് സനാദാസ്തേ ഹൃദാ വയം ജ്ഞാതീന്ന സ്മരധാ കൃഷ്ണ ഭ്രാതാമേ പ്രേഷിതസ്ത്വയാം. അല്ലോ കൃഷ്ണ, അങ്ങ് ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി സഹോദരനായ അക്രൂരനെ അയച്ചുവല്ലോ. ആ സമയം മുതൽ ഞങ്ങൾ സനാഥരാണ് എന്ന് നാം തിരിച്ചറിയണം. ഭഗവാൻ നമ്മളുടെ ആ ഭക്തയുടെ ആ ബന്ധത്തിലൂടെ എല്ലാം നമ്മളെ അന്വേഷിക്കാൻ ഒരാളെ, ഒരു പ്രേക്ഷകനെ അയച്ചപ്പോൾ മനസ്സിലുണ്ടായതായ ആ സന്തോഷം, അതുമൂലം എന്ത് കരുതി? നാം എല്ലാം സനാഥരാണ്. നാം ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും കൈകളിലും മക്കളുടെയൊക്കെ എല്ലാം ജീവിത രീതിയിലിരിക്കുന്നതായ ഗൃഹസ്ഥരാണ് നമ്മിൽ അധികം പേരും. എല്ലാവരും സുരക്ഷിതമാണ് എന്ന് ഉള്ളിൽ തോന്നുന്നുവെങ്കിലും നാം ആരുടെ? ഭഗവാനാകുന്നതായ ആ പ്രാണനാഥൻ്റെ കൈക്കുമ്പിളിൽ നാമും സുരക്ഷിതരാകുമ്പോൾ നമുക്ക് സനാഥരാണ് എന്ന് ഇതുപോലെ കുന്തിദേവിയെ പോലെ സമാശ്വസിക്കാം. അതിനുള്ളതായ ഭാഗ്യം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുമ്പോൾ പറഞ്ഞു, അങ്ങേക്ക് സ്വകീയമെന്നും പരകീയമെന്നൊന്നും ഒരു വ്യത്യാസമില്ല. ആരാണോ ദുഃഖപൂരിതമായിട്ട് അങ്ങയെ വിളിക്കുന്നത് എല്ലാ മനസ്സിലും അങ്ങ് ആ സന്തോഷത്തിൻ്റെ പെരുമഴകൾ എന്നതുപോലെ ആ സ്നേഹസ്പർശനം അങ്ങ് നൽകുന്നുവല്ലോ. അതെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സൂര്യൻ പ്രകാശിക്കുന്ന സമയത്ത് അന്ധകാരത്തിന് പിന്നെ വഴിയില്ല, പോയേ പറ്റുള്ളൂ അല്ലേ എന്നതുപോലെ ഭക്തരുടെ താപം എന്നും എന്നും എപ്പോഴും ഭവാൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. ആർക്കെങ്കിലും ഭഗവാനെ എന്ന് വിളിച്ചാൽ പാദം പിടിച്ചു കരയുന്നവരെ പാണി പിടിച്ചവൻ രക്ഷിച്ചിടും എന്നാണ് ഭഗവത് സ്തുതിയിൽ പറയുന്നത്. ഇതേ ഭാഗം തന്നെ നമുക്ക് ഭക്തി ദേവിയുടെ മഹാത്മ്യഭാഗ കഥയിൽ പറയുന്നില്ലേ, എന്തിനാണ് ദേവി നീ എപ്പോഴും ഇങ്ങനെ ജ്ഞാനവൈരാഗ്യങ്ങളാവുന്ന പുത്രന്മാരെ കുറിച്ച് വിഷമിച്ചു കൊണ്ടിരിക്കുന്നതായ ദേവിയോട് നാരദര് ചോദിക്കുകയുണ്ടായി. ആ സമാഗമ സമയത്ത് വൃദ്ധാഖേദയസേ ഭാലേ അഹോ ചിന്താതുരാ കഥം ശ്രീകൃഷ്ണ ചരണാംബോജ സ്മര ദുഃഖം ഗമിഷ്യതി. നീ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കാതെ ഭഗവത് പാദങ്ങളെ സ്മരിച്ചുകൊള്ളൂ, നിന്നിലുള്ള ദുഃഖത്തെയെല്ലാം ഭഗവാൻ ഇല്ലാതെയാക്കും എന്നങ്ങനെ ഉറപ്പ് കൊടുത്തതായ ഭാഗവും നമുക്കിവിടെ ഓർക്കാൻ കഴിയുന്നു. അത്രയുമായപ്പോഴേക്കും യുധിഷ്ഠിരൻ തൻ്റെ ആ ഭഗവാന്റെ ദീനവാത്സല്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഓടി വരികയാണ്. ഹേ സർവേശ്വര, ഞങ്ങൾ എന്ത് ഭാഗ്യം ചെയ്തിട്ടാണ് അങ്ങയുടെ ഇങ്ങനെയുള്ളതായ ഒരു സന്ദർശനം ഞങ്ങൾക്ക് കിട്ടിയതും. ഏതെല്ലാം മഹാഭാഗ്യം ഏതെല്ലാം ജന്മത്തിൽ ചെയ്തിട്ടുണ്ടോ എന്തോ ഇപ്പോൾ ഇത്രയും ഭാഗ്യവാന്മാരായിട്ട് മാറിയത് തീർച്ചയായിട്ടും അവിടുത്തെ കരുണ കൊണ്ട് തന്നെയാണ് അല്ലേ. സമാധി യോഗം കൊണ്ട് പോലും അങ്ങയെ കിട്ടാത്തവരാണ് അധികമെന്നാണ് നാം. ആ യോഗം അനുഷ്ഠിച്ചിട്ട് പോലും ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം കിട്ടാത്തവരുള്ളപ്പോൾ എന്നും നാം ഇപ്പോൾ ഇത്രയും ഭക്തി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നങ്ങനെ സംശയിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഇതൊരു പുണ്യദർശനം. ഈ ദിവ്യദർശനത്തിന് വേണ്ടി കൊതിച്ചിരിക്കുന്ന സകല ജനങ്ങളെയും മനസ്സാ നമിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ആഗമനത്തെ യുധിഷ്ഠിരനും നല്ല പോലെ മനസ്സെ സ്വീകരിച്ചു. പിന്നെ നയനാനന്ദമായിരിക്കുന്നതായ ആ ഇന്ദ്രപ്രസ്ഥൗകസാം വിഭുഹോ, ഇങ്ങനെ ആദരവോടുകൂടി സ്തുതി നമസ്കാരാദികളെല്ലാം ചെയ്തതിനു ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണനും ഇന്ദ്രപ്രസ്ഥത്തിൽ വസിക്കുന്ന സകല ജനങ്ങളുടെയും കണ്ണുകൾക്ക് ആനന്ദം നൽകിക്കൊണ്ട് അവിടെ മഴക്കാലത്തിൻ്റെ ആഗമനമാണ്. അതുകൊണ്ട് 4 മാസക്കാലം ഭഗവാൻ അവിടെ വസിക്കുകയാണ്. അപ്പോൾ ഏകദാരഥമാരുഷ്യ വിജയോ വാനരധ്വജം ഗാണ്ഡീവം ധനുരാധായ തൂണൗച്ചക്ഷയസായകൗ സാഗം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിഭിനം വനം ബഹുവ്യാളമൃഗാകീർണം പ്രാവിശത് പരവീരഹം. ഗാണ്ഡവവനം എന്ന് പറയും. ഇന്ദ്രനാണ് അവിടെ യമുനാ നദീ തീരത്തുള്ള
ആ ഘടകവനത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വെള്ളവും വളക്കൂറും ഒന്നുമില്ല, പാറക്കെട്ടുകൾ മാത്രമായിട്ടിരിക്കുന്നതായ ഒരു കാട്ടുപ്രദേശമാണ് തങ്ങൾക്കുള്ള ഓഹരിയായിട്ട് കൊടുത്തപ്പോൾ കിട്ടിയത്. പിന്നെ യുധിഷ്ഠിരാദികളെ പാണ്ഡവർ എല്ലാവരും തന്നെ മയൻ മഹന്റെ സഹായത്തോടു കൂടി അതാ വേണ്ട വിധത്തിൽ നല്ലൊരു ഇന്ദ്രപ്രസ്ഥമായിട്ട് അധ്വാനശീലരായി കൊണ്ടു തന്നെ ആ രാജധാനി ഉണ്ടാക്കുവാനുള്ളതായ ഭാവങ്ങളെല്ലാം അവർക്ക് കിട്ടി വിശ്വശില്പിയുടെ സഹായത്തിൽ. അപ്പോൾ അവിടേക്ക് ഹനുമാന്റെ പ്രതിമയുള്ള കൊടിക്കൂറ കെട്ടി അലങ്കരിച്ച് തൻ്റെ തേരിൽ കയറിക്കൊണ്ട് അർജുനനും കൂട്ടത്തിൽ ഭഗവാനുമുണ്ട്. വേണ്ടത്ര രീതിയിൽ ഒരിക്കലും അമ്പൊഴിയാത്തതായ ആവനാഴിയെല്ലാം എടുത്തുകൊണ്ട് കാട്ടിലേക്കൊരു യാത്രയാണ്. വലിയ ഘോരങ്ങളായ മൃഗങ്ങളൊക്കെ ഉണ്ട് അവിടെ. വ്യാളം അവ എന്ന് പറയുന്നത് പുലിയേക്കാൾ ഭയങ്കരമായ ഒരു ജാതി കാട്ടുമൃഗമാണ്. കാട്ടുപോത്തുകളുണ്ട്, എട്ടടിമാൻ, പിന്നെ വാൾപുലികള്, മാൻ, മുള്ളൻ പന്നി തുടങ്ങിയതായ മുയൽ തുടങ്ങിയ ചെറിയ ജീവികളെ എല്ലാം പിടിക്കാനുണ്ട്. ഇവയുടെ എല്ലാത്തിൻ്റെയും കാര്യത്തെ ആലോചിച്ചുകൊണ്ട് അതാ ഒരു നായാട്ടിൻ്റെ യാത്രയാണ്. ഇപ്പോൾ കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വ്യാഘ്രാദികളായ ഘോരങ്ങളായ മൃഗങ്ങളെയെല്ലാം ദുഷ്ടമൃഗങ്ങളെയെല്ലാം കൊന്നു വീഴ്ത്തുന്നു. പിന്നെ ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റിയതായ മാനും മുയല് മുള്ളൻ മന്തി തുടങ്ങിയതായ മൃഗങ്ങളുണ്ട്. അവയെല്ലാം ബാണങ്ങൾ കൊണ്ടും എല്ലാം കൊന്നും ചിലവയെല്ലാം വരുന്നതായ ഹോമത്തിന് ആവശ്യമുള്ളതായുണ്ട്. അപ്പോൾ അവയെ ഭൃത്യന്മാർ മുഖേന യുധിഷ്ഠിരന്റെ സമീപത്തേക്ക് എത്തിക്കുന്നതും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഭൃത്യജനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നു. ഇങ്ങനെ നായാട്ട് ചെയ്തപ്പോൾ വളരെയധികം ദാഹാധിക്യത്താൽ അർജുനൻ വിചാരിക്കുകയാണ് അല്പം ജലം പാനം ഇവിടെ ആവശ്യമായി വരുന്നു. നല്ല ചൂടാണ്, അപ്പോൾ എല്ലാവർക്കും ജലപാനം ആവശ്യമായിരിക്കുകയും അദ്ദേഹം അങ്ങനെ കണ്ടെത്തിയത് എവിടെയാ? യമുനാ നദി, പുണ്യമായിരിക്കുന്നതായ യമുനാ നദി സമീപം എത്തുകയാണ്. തത്രോപസ്പർശ വിശദം പീത്വാ വാരീമഹാരഥോ കൃഷ്ണോ ദദൃശതു കന്യാം ചരന്തിം ചാരുദർശനാം. കാളിന്തിയിലിറങ്ങി കൈകാലെല്ലാം കഴുകി നല്ല ശീതളമായിരിക്കുന്നതായ ജലത്തെ കുറിച്ച് പാനം ചെയ്തു. ക്ഷീണമൊക്കെ തീർത്തു. അപ്പോൾ ആ സുന്ദരമായിരിക്കുന്നതായ പ്രദേശത്തേക്ക് ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ അതാ ദൂരെയായിട്ട് സുന്ദരിയായിരിക്കുന്നതായ ഒരു ദേവി, അവള് ഒരു കാഴ്ച, ഒരു സുന്ദരിയെ കണ്ടു. ധീരന്മാരായിരിക്കുന്നതായ അവരും എങ്കിൽ പോലും സുന്ദരിയായ സ്ത്രീ ഇവിടെ ഒറ്റയ്ക്ക് കാളിന്തി തീരത്ത് എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് അറിയുവാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോകുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രേരണയും അതിലുണ്ട് എന്നാണ് അർജുനൻ മനസ്സിലാകുന്നത്. അങ്ങനെ സർവാവയ സുന്ദരിയായിരിക്കുന്നതായ സ്ത്രീയുടെ സമീപത്തേക്ക് എത്തുമ്പോൾ ചോദിക്കും, കാത്വം കസ്യാസി ശുശ്രോടി കുദോസി കിം ചികീർഷസി മഞ്ഞേ ത്വാം പതിമിച്ചന്തിം സർവം കഥയ ശോഭനേ. അയ്യോ സുന്ദരിയായിരിക്കുന്ന നീയ് ഈ പ്രദേശത്ത് എവിടെയാ തനിയെ നടക്കുന്നത്? ആരുടെ മകളാണ്? നീ എവിടെ നിന്ന് വരുന്നു? ഇത്യാദി അവളെ കുറിക്കുന്നതായ ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് അർജുനൻ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പറയും, നിന്റെ ഉദ്ദേശം എന്താ? നിന്നെ കണ്ടിട്ടൊരു അനൂഢ, ഒരു കന്യകയെപ്പോലെ പതിയെ ഇച്ഛിക്കുന്നതായ ഒരു പെൺകുട്ടിയുടെ മനസ്സ് പെട്ടെന്ന് അവിടെ അർജുനന് കാണാൻ കഴിയുകയാണ്. എല്ലാ പരമാർത്ഥവും നീ പറഞ്ഞു കേൾപ്പിക്കൂ എന്ന് പറയുമ്പോൾ ആ കാളിന്തി തൻ്റെ കഥാഭാഗം പറയുന്നു. അഹം ദേവസ്യ സവിതോർ ദുഹിതാ പതിമിച്ചതി വിഷ്ണും വരേണ്യം മരദം തപ പരമമാസ്ഥിത. സൂര്യൻ്റെ പുത്രിയായ ഞാൻ, ആരാണിപ്പോൾ കാളിന്തി? സൂര്യൻ്റെ പുത്രിയായ ഞാൻ പുരുഷോത്തമനും ഭക്താഭീഷ്ടപ്രദനുമായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉത്കൃഷ്ടമായ തപസ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഞാൻ അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ ഒരു മാനുഷിയല്ല, ഒരു ദേവിയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. നാന്യം പതിം വൃണേ വീര തമൃതേ ശ്രീനികേതനം തുഷ്യതാമേശ ഭഗവാൻ മുകുന്ദോ അനാഥ സംശ്രയാം. അപ്പോൾ പറയാണ്, ശ്രീദേവിയുടെ, ലക്ഷ്മി ദേവി സദാസമയവും ഭഗവാന്റെ വക്ഷസിൽ സ്ഥാനമാണ്. ശ്രീവത്സത്തോടുകൂടിയ ആ വക്ഷസില് ദേവിയും ഇരിക്കുന്നു. അങ്ങനെ ഭഗവാനെ അല്ലാതെ മറ്റാരെയും ഞാൻ ഭർത്താവായി സ്വീകരിക്കുകയില്ല. അനാഥ രക്ഷകനാണ്, അഖണ്ഡ ആനന്ദ സ്വരൂപനായിരിക്കുന്നതായ ഭഗവാൻ, സർവദാ മോക്ഷത്തെ നൽകുന്നവനുമായ പുരുഷോത്തമനാണ്. ആ ഭഗവാന്റെ പ്രസാദം, അനുഗ്രഹം തന്നിൽ ഉണ്ടാകണേ എന്നങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവളായിരിക്കുന്നതായ ഞാൻ കാളിന്തി എന്നാണ് നാമം. അപ്പോൾ വാസവും സ്ഥാനവും പിതാവും എല്ലാം ആരാണെന്നെല്ലാം പറഞ്ഞു കൊടുത്തു. നദി എന്ന് പറയുമ്പോൾ സമുദ്രത്തിൻ്റെ പത്നിയായി
അപ്പോൾ സമുദ്ര ഭാര്യ എന്നും പിന്നെ യമുന എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ ഭഗവാനെ കിട്ടുവാൻ ആഗ്രഹിച്ചിരിക്കുന്നതായ അവള് ചെയ്യുന്ന കൊടുന്തപസ്സിലൂടെ തന്നെ ഭഗവാന്റെ ഭാര്യാപദവിയിലേക്ക് വന്നെത്തുന്നവളുമാവുന്നു. അപ്പോൾ കാലിന്ദീതി സമാഖ്യാത അവസാമി യമുനാജലെ എല്ലാം പറഞ്ഞതിനു ശേഷം പറഞ്ഞു, യമുനാജലത്തിൻ്റെ അന്തർഭാഗത്ത് തൻ്റെ പിതാവ് സൂര്യദേവൻ തനിക്കായിക്കൊണ്ട് നിർമ്മിച്ചു തന്നിരിക്കുന്ന ഒരു ഭവനമുണ്ട്. അവിടെയാണ് താൻ കഴിഞ്ഞുകൂടുന്നത്. ഭഗവാന്റെ ദർശനം സിദ്ധിക്കുന്നത് വരെ മാത്രമാണ് ഞാൻ അവിടെ ഉണ്ടാവുകയുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ കാലിന്ദി ദേവി തൻ്റെ അമ്പാടിയും വൃന്ദാവനവും എല്ലാം തൻ്റെ ഈ പ്രദേശത്ത് തന്നെയാണ്. ആ പുണ്യസ്ഥലങ്ങളാണെല്ലാം. ഇവിടെയായിരുന്നു ഭഗവാൻ കുറേ കാലം ബാല്യകാലം നടത്തിയത്. അപ്പോൾ അതെല്ലാം അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അന്നും തുടങ്ങിയെല്ലാം ഭഗവാനെ അങ്ങനെ മനസ്സിൽ കാണുന്നതായ ദേവിക്ക് സുന്ദരിയായ കാളിന്തി ഇത്രയെല്ലാം പറഞ്ഞപ്പോഴേക്കും ഇനി ഒട്ടും തന്നെ വൈകിക്കേണ്ടതില്ല എന്ന് കരുതിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് സകല വിശേഷങ്ങളും പറഞ്ഞു കേട്ടു. വളരെ പെട്ടെന്ന് തന്നെ ഭഗവാനെ ആ ദേവിയെ അനുഗ്രഹിക്കണം എന്ന് മനസ്സിൽ പറയുകയും ഭഗവാനും അതുപോലെ തന്നെ വരുന്നു രണ്ടുപേരുമായിട്ട് ദേവിയുടെ അടുത്ത് നിൽക്കെ ദേവിയെയും കൊണ്ട് തേരിലേറ്റി ഭഗവാൻ ധർമ്മപുത്രരുടെ സമീപത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലാണല്ലോ, അതുമൂലം ധർമ്മപുത്ര സദീപം എത്തുന്നു. ഇനിയും കാലിന്ദിയെ പിന്നെ ഭഗവാൻ അതിനുശേഷം ദ്വാരകയിൽ ചെന്നെത്തിയതിനു ശേഷമാണ് വിവാഹാദികളെല്ലാം നടക്കുന്നത്. അപ്പോൾ യുധിഷ്ഠിരാദികളെല്ലാം ഭഗവാനെ കാണുന്നതായ സമയത്ത് ഈ കാളിന്ദിയെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ തങ്ങൾക്ക് സുരക്ഷിതമായൊരു വാസസ്ഥാനത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനായിക്കൊണ്ട് ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തി നല്ല രീതിയിലുള്ളതായ ഒരു രാജധാനി, അവിടെ എല്ലാ സൗകര്യങ്ങളും, അതായത് അന്തഃപുരം, സംഗീതശാല, ആനപ്പന്തി, മണ്ഡപം, അങ്ങനെ സകല സൗകര്യങ്ങളും കൊണ്ടും പൂർത്തിയായിരിക്കുന്നതായ രീതിയിൽ അതാ വലിയൊരു വിചിത്രമായ രാജധാനി തന്നെ ഈ പാണ്ഡവർക്കായിട്ട് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഗാണ്ഡവം ദഹിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ അഗ്നി ഭഗവാനിൽ നിന്നും കുറച്ച് യുദ്ധസാമഗ്രികൾ കൂടി നമ്മുടെ അർജുനൻ ആവശ്യമെന്ന് കരുതിക്കൊണ്ട് ആ പ്രീതിക്കായി ഗാണ്ഡവവനത്തെ ദഹിപ്പിക്കുവാൻ അഗ്നിക്ക് അനുവാദം കൊടുത്തപ്പോൾ അവിടെ നിന്നും അഗ്നിയും അർജുനനായിക്കൊണ്ട് സന്തോഷത്തോടെ ഗാണ്ഡീവം എന്ന വില്ല്, 4 കുതിരകളെ പൂട്ടിയിരിക്കുന്ന മനോഹരമായ തേര്, ബാണമൊടുങ്ങാത്തതായ ആവനാഴി, ഇവയെല്ലാം വില്ലാളികൾക്ക് ആർക്കും മുറിക്കാൻ കഴിയാത്തതുപോലെയുള്ളതായ ഇരുമ്പ് കവചം, ഇതെല്ലാം കൊടുത്ത് അർജുനനും സംതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കാളിന്ദിയുടെ ലാഭം ഭഗവാനുണ്ടായി. യാത്രയിൽ അങ്ങനെ ഭഗവാൻ എല്ലായ്പ്പോഴും ഭക്തന്മാർക്ക് വശ്യനായി തീർന്നു എന്ന് പറയാം. ഏതെല്ലാം ഭക്തര് എന്തെല്ലാം ആഗ്രഹിച്ച് പുറകെ എത്തിയിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടത് ചുരുങ്ങിയ സമയം കൊണ്ട് ഭഗവാന് കൊടുക്കാൻ കഴിഞ്ഞു. നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ എന്നും നാം ആഗ്രഹിക്കുന്നത് ഇതേ വസ്തുക്കൾ. ഒന്നും തന്നെ ഭഗവാനോട് പറഞ്ഞില്ലെങ്കിൽ എന്താ? എല്ലാം അറിയുന്ന കണ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം ഭഗവാനറിയാം ആരുടെ മനസ്സിൽ എന്താണ് കാംക്ഷിക്കുന്നതെന്ന്. അതനുസരിച്ച് ഭഗവാൻ യഥാസമയം നമ്മൾ കാലത്തിനായി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ചോദിക്കുമ്പോഴേ ഉടനെ തന്നെ എടുത്തു തരാൻ എല്ലാ അനുഗ്രഹങ്ങളും സമയമാകുമ്പോൾ കിട്ടുകയാണ്. അങ്ങനെ ഇവിടെ എല്ലാം കൊണ്ടും സന്തുഷ്ടരായി കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇനിയിപ്പോൾ ഗാണ്ഡവം ദഹിക്കുന്നതായ സമയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി കാളിന്ദിയെ പുണ്യമായിരിക്കുന്നതായ സമയത്ത് വിവാഹം കഴിക്കണം. കൊടുത്തതായ രീതിയിൽ എല്ലാവർക്കും ഭക്തർക്കൊക്കെ അനുഗ്രഹം കൊടുത്ത് സാത്വികയെയും മറ്റു കൂട്ടരെയും കൂട്ടി ഭഗവാൻ ദ്വാരകയിലേക്ക് പോവുകയാണ്. അവിടെ പ്രവേശിച്ചു. പരമമംഗള സ്വരൂപനായിരിക്കുന്നതായ ഭഗവാൻ ശിഷ്ടാചാരത്തെയെല്ലാം പ്രമാണിച്ച് എല്ലാം പ്രമാണമാക്കിക്കൊണ്ട് മംഗളകരമായ ഗ്രഹ നക്ഷത്ര ഋതുക്കളെല്ലാം ചേരുന്നതായ സമയത്ത് കാളിന്ദിയെ വിധിപ്രകാരം വിവാഹം കഴിച്ചു. അപ്പോൾ ഭഗവാന്റെ കൂടെ 4 പത്നിമാരായില്ലേ. ഇനിയും അതാ വിന്ധാനുവിന്ധാമവന്ധ്യോ ദുര്യോധനവശാനുഗൗ സ്വയംവരേ സ്വഭഗിനീം കൃഷ്ണേ സക്താം നിഷേധതാം. കൃഷ്ണൻ്റെ 5ാമത്തെ വിവാഹം എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ഒരു മത്സരമൊക്കെ നേരിടേണ്ടി വന്നു. അതെന്താണ്? അവന്തിയിലെ രാജാക്കന്മാരാണ് വിന്ദനും അനുവിന്ദനും എന്ന് പറയുന്ന 2 പേര്. അവർ ദുര്യോധന പ്രിയന്മാരാണ്. ആയതുമൂലം സഹോദരിയാണെങ്കിൽ മിത്രവിന്ദയാണ്. ജീവിതകാലത്തേക്ക് മുഴുവനും ആത്മമിത്രമായിട്ട് ഭഗവാനോടൊപ്പം ചേരുവാൻ ആഗ്രഹിക്കുന്നതായ സഹോദരിയാണ്. അപ്പോൾ അവരെ ഭഗവാനോടൊപ്പം അയക്കുവാൻ ഇഷ്ടമില്ല. ദുര്യോധന പ്രിയരാണല്ലോ സഹോദരന്മാർ. അങ്ങനെ ഇരിക്കെ
ശ്രീകൃഷ്ണനെ കല്യാണം ചെയ്യുവാനായിട്ട് രണ്ടുപേരും വിരോധിക്കുകയാണ് ഉണ്ടായത്. അതും ഭഗവാന്റെ ബന്ധം തന്നെ. രാജാതിദേവ്യാസ്തനയാം മിത്രവിന്ദാം പിതൃഷുസു. അപ്പോൾ ശ്രീകൃഷ്ണ പിതാവായ വസുദേവരുടെ സഹോദരി രാജാതിദേവിയുടെ പുത്രിയാണ് ഈ മിത്രവിന്ദ. ആ കന്യക സ്വയമായിട്ട് ഭഗവാനെയും അതാ സ്വയംവരത്തിന് വന്നിരിക്കുന്നതായ രാജാക്കന്മാരുടെ കണ്ണിൽ മുൻപാകെ തന്നെ ബലാത്കാരേണ ഭഗവാൻ അപഹരിച്ചു കൊണ്ടുപോയി. അവിടെ കന്യകയുടെ ഇച്ഛ പോലെ തന്നെ വരനെ സ്വീകരിക്കുവാൻ അവളെ വിരോധിക്കുന്നതായ പക്ഷം എന്താ? രാക്ഷസ വിവാഹം എന്ന് പറയും. അത് ക്ഷത്രിയന്മാർക്ക് ഉചിതമാണ്. 8 വിധത്തിലുള്ളതായ വിവാഹങ്ങളെ കുറിച്ച് മനുസ്മൃതിയും പുരാണങ്ങളും എല്ലാം പറയുന്നു. അവയാണ് ബ്രാഹ്മം, ദൈവം, ആർഷം, പ്രാജാപത്യം, ഗാന്ധർവം, ആസുരം, രാക്ഷസം, പൈശാചം എന്നിങ്ങനെ. അതിൽ 7ാമത്തെ വിധിപ്രകാരം രാക്ഷസ വിവാഹം നടത്തിക്കൊണ്ട് അവളെയും ഭഗവാൻ കൊണ്ടുപോയി ദ്വാരകയിലേക്ക്. ഇനിയിപ്പോൾ നഗ്നജിത്തിൻ്റെ പുത്രിയായിട്ട് വരുന്നവളെയാണ് മത്സരത്തിലൂടെ എടുക്കുന്നത്. അതെന്താണ്? നഗ്നജിത് നാമ കൗസല്യ ആസീത് രാജാധിധാർമ്മിക തസ്യ സത്യാഭവത് കന്യാദേവി നാഗ്നജിതി നിഭാം. 6ാമത്തെ വിവാഹം അയോധ്യയിലെ അധിപതിയായിരിക്കുന്ന ധർമ്മിഷ്ഠനായ ഒരു രാജാവാണ് നഗ്നജിത്ത്. അദ്ദേഹത്തിന് സതി എന്നു പേരായ സുന്ദരിയായതായ ഒരു പുത്രി. പിതൃനാമ സംബന്ധത്താൽ തന്നെ അവളെ നഗ്നജിത്യ. അപ്പോൾ നഗ്നജിത്തിൻ്റെ പുത്രിയായിട്ട് അപത്യം ഭുമാൻ എന്നുള്ളതായ വ്യാകരണ വിശേഷവും ചേർത്തുകൊണ്ട് നാഗ്നജിതി എന്നറിയപ്പെടുന്നു. അവളെ വിവാഹത്തിന് തയ്യാറാക്കണമെങ്കിൽ അവിടെ ഒരു വലിയ മത്സരമാണ്. അദ്ദേഹത്തിന് വലിയ 7 കൂറ്റനായ കാളകളുണ്ട്. അവയെല്ലാം പിടിച്ചു കെട്ടി ആ ഒരു വിജയം നേടുന്നവനാണ് തൻ്റെ പുത്രിയെ കൊടുക്കുള്ളൂ എന്ന് നേരത്തെ തന്നെ നഗ്നജിത്ത് രാജാവ് ശപഥം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം ഭഗവാന് മാത്രമേ അത് കഴിയുള്ളൂ. അപ്പോൾ ഭഗവാൻ തന്നെ തൻ്റെ ജാമാതാവായിട്ട് വരണമെന്നുള്ളതായ ഒരു ഇംഗിതവും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത്. ആരെല്ലാം അടുത്ത് ഏത് വീരന്മാർ ചെന്നാലും അവരുടെ ഗന്ധമൊന്ന് അനുഭവിച്ചാൽ മതി, ഉടൻ തന്നെ ഇവയ്ക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ ഇവ ഉപദ്രവിക്കാൻ തുടങ്ങും. ഇവയുടെ കൊമ്പുകളെല്ലാം അതിതീക്ഷ്ണമാണ്, ദുസ്വഭാവികളാണ് ഇവര്. വരുന്ന രാജാക്കന്മാർ ആര് വന്നാലും കുത്തി താഴ്ന്ന് മലരും. എല്ലാവരും എന്തു ചെയ്യും? തൻ്റെ പ്രാണനും കൊണ്ട് ജീവനും കൊണ്ട് അവരങ്ങനെ പോവുക. കുറേ നാള് നഗ്നജിതി എന്ന് പറയുന്നതായ ഈ പുത്രി ഇവിടെ നിൽക്കേണ്ടി വരുമെന്ന് മനസ്സുകൊണ്ട് അവരങ്ങനെ പറഞ്ഞിട്ട് പോകും. ആർക്കും വിജയിക്കാൻ പറ്റാത്തതായ ഒരു അവസ്ഥ വരുമ്പോഴാണ് താം ശ്രുത്വാ വൃഷജില്ലഭ്യാം ഭഗവാൻ സാത്വധാംപതി ജഗാമ കൗസല്യപുരം സൈന്യേന മഹധാവൃതാം. അയോധ്യയിൽ സത്യ എന്നു പേരായ ഒരു കന്യകയുണ്ട് എന്നും, അപ്പോൾ അത് നഗ്നജിത്തിൻ്റെ നന്ദിനിയാണ്. അവളെ വിവാഹം കഴിക്കണമെങ്കിൽ രാജാവ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ശപഥപ്രകാരം 7 വൃക്ഷങ്ങളെയും 7 കാളകളെയും ജയിച്ചു വന്നാലേ കന്യകയെ ലഭിക്കുകയുള്ളൂ എന്നുള്ളതായ ഭാവങ്ങളും കാര്യങ്ങളുമെല്ലാം ഭക്താഭീഷ്ടപ്രദനായിരിക്കുന്നതായ ശ്രീകൃഷ്ണന് കേൾക്കുവാനിടയാകുമ്പോൾ ഭഗവാൻ ഒരു വലിയ സൈന്യത്തോടു കൂടി ചെന്ന് അയോധ്യയെ പ്രാപിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ വരുന്നതായ വാർത്ത അറിയുമ്പോഴേക്കും അയോധ്യാപതിയായ നഗ്നജിത്ത് എതിരേറ്റു കൊണ്ടുവരും. വളരെ സന്തോഷമായി രാജാവിന്. ഏതായാലും തൻ്റെ സന്നിധി വരെ ഭഗവാൻ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ തൻ്റെ മകളുടെ വിവാഹത്തിന് അധികകാലം കാത്തിരിക്കേണ്ടതില്ല. അപ്പോൾ ആ സന്തോഷം അച്ഛനുണ്ടായി. ഉചിതമായിരിക്കുന്ന രീതിയിൽ സിംഹാസനാദികളെല്ലാം നൽകി യോഗ്യ പൂജാപദാർത്ഥങ്ങളെ കൊണ്ടെല്ലാം വളരെ ആദരവോടുകൂടി തന്നെ ഭഗവാനെ പൂജിക്കുന്നു. സൽക്കാരത്തെയെല്ലാം സ്വീകരിച്ച് ഭഗവാൻ അഭിനന്ദിച്ച് പറയുകയും ചെയ്യും. വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്ര കന്യാചകമേ രമാപതിം ഭൂയാധയം മേ പതിരാശിഷോമല കരോതു സത്യായതി മേ ധൃതോ ഹൃദയേ. മനസ്സുകൊണ്ട് കാംക്ഷിച്ചിരിക്കുന്ന സാക്ഷാൽ ലക്ഷ്മി വല്ലഭനായ ശ്രീകൃഷ്ണൻ തൻ്റെ ഗൃഹത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ആ ദേവിയുടെ പ്രാർത്ഥന ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചിന്താഗതിയിൽ ദേവി ഒന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ വരെ എൻ്റെ മനോമുകുരത്തിലായിരുന്നു ഭഗവാനെ കുറിച്ചുള്ളതായ പ്രാർത്ഥന. ഇന്ന് നേരിട്ട് കാണുവാൻ തൻ്റെ ഗൃഹത്തിൽ ഭഗവാൻ ആഗതനായിരിക്കുന്നു. എൻ്റെ ഭർത്താവായി വരണമേ വരണമേ എന്നുള്ളതായ പ്രാർത്ഥന, ആ വ്രതാദികളെല്ലാം ഒന്നുകൂടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദേവി ആ ഹൃദയ കമലത്തിലെ ഭഗവാന്റെ രൂപം നമുക്ക് നോക്കിയാൽ അറിയാം. അവിടെ ശ്രീകോവിലിൽ വിളങ്ങി നിൽക്കുന്നതായ ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ടുകൊണ്ട് അതാ ചുറ്റുമിരിക്കുന്നതായ
ന്മാരെ എല്ലാവരുടെ അടുത്തേക്ക് നമ്മുടെ കണ്ണുകൾ എത്തുമ്പോൾ ഹൃദയമുകുരത്തില് ഭഗവാന്റെ ആ പ്രകാശരശ്മികൾ അല്പാൽപമായി സ്ഫുരണം ചെയ്യുകയാണ്. അപ്പോൾ തൻ്റെ ആഗ്രഹമെല്ലാം എനിക്ക് സബലമാക്കി തരണേ ഭഗവാനെ, അങ്ങ് എത്തിയല്ലോ എന്നുള്ളതായ സന്തോഷവും അവിടെ പറയുന്നു. യത്പാദപങ്കജരജശിരസാഭിഭർത്തി ശ്രീരബ്ജജസ്സഗിരിശ സഹലോകപാലേ ലീലാതനുസുഹൃതസേതു പരീപ്സയേശ കാലേദസ ഭഗവാൻ മമ കേന തുഷ്യേധ. ഇവിടെ പാദകമലത്തിലെ ആ പൊടികളുണ്ടല്ലോ, ആ രേണുക്കള്, അവയെപ്പോലും മഹാലക്ഷ്മിയും ബ്രഹ്മാവും ശിവനും ദിക്പാലകന്മാരും എല്ലാവരും സർവദാ ധരിക്കുന്നുവോ? അങ്ങനെയുള്ളതായ ഭഗവാനെ, അങ്ങയെ ഇപ്പോൾ ധർമ്മമാർഗങ്ങളെ, എന്തെല്ലാം രീതിയിലുള്ള ധർമ്മമാർഗങ്ങൾ, എങ്ങനെയൊക്കെയാണ് അങ്ങയെ പൂജിക്കേണ്ടതൊന്നും എന്നെനിക്കൊരു നിശ്ചയമില്ല. എങ്കിലും എൻ്റെ മനസ്സിനനുസരിച്ച് എങ്ങനെ ദിവ്യ ശരീരങ്ങൾ നേടിക്കൊണ്ട് ആരെല്ലാമോ അങ്ങയെ പ്രാർത്ഥിക്കുന്നു അല്ലേ, അതുപോലെ ഭഗവാനെ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഭക്തയാകുന്നതായ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന അങ്ങെനിക്ക് പതിയായി തീരണമെന്നാണ്. തെറ്റായിട്ട് ഞാൻ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ആഗ്രഹമിത് രുക്മിണി ദേവിയുടെ ആ സന്ദേശത്തിലെ വാക്കുകളെ പോലെ നമുക്ക് തോന്നും. കേവല കരുണ അവിടുന്ന് ഉണ്ടായാൽ മാത്രമാണ് എൻ്റെ ഈ പ്രാർത്ഥന സഫലീകൃതമാകുകയുള്ളൂ അല്ലേ. എത്രയൊക്കെ ഉണ്ടെങ്കിലും ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്നുള്ളതായ ആ പൊടിയുടെ ആ സ്നേഹവും കൂടി വന്നാലാണ് നമ്മുടെ ലക്ഷ്യം ഭഗവാനെ കുറിച്ചുള്ളതിൽ പൂർത്തിയാകുകയുള്ളൂ. അർച്ചിതം പുനരിത്യാഹ നാരായണ ജഗത്പദേ ആത്മാനന്ദേന പൂർണ്ണസ്യ കരവാണി കിമൽപഘ. അപ്പോഴേക്കും രാജാവ് ഭഗവാനെ സ്വീകരിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നു. യഥാവിധി സ്വീകരിച്ചിരുത്തിയിട്ട് പറയാ, ഹേ കരുണാമൂർത്തി, ലോകനാഥ, പരമാനന്ദ സ്വരൂപ, അങ്ങേക്ക് ഞാൻ ഏതു വിധത്തിലുള്ള പൂജ കൊണ്ട് അവിടേക്ക് തൃപ്തിയാകുമെന്ന് അറിയില്ല. ഞാനും ഒരു അല്പകൻ മാത്രം, എനിക്കധികം ജ്ഞാനമൊന്നുമില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ശബ്ദമുണ്ടായിരുന്നു, എൻ്റെ പുത്രിയെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തെറ്റാണ് എങ്കിൽ പോലും അങ്ങ് എല്ലാം ക്ഷമിച്ചും പുറത്തും കൊണ്ട് ഈ ഭക്തനെയും അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നഗ്നചിത്ത രാജാവും അങ്ങനെ ശിരസ് നമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീ ശുഗമുനി പരീക്ഷത്തിനായി പറഞ്ഞു കൊടുക്കും. പ്രകാരം എല്ലാം ചോദിച്ചപ്പോൾ ഭഗവാൻ തന്നെ അതിന് ഉത്തരങ്ങൾ നൽകാൻ തുടങ്ങി. സിംഹാസനത്തിൽ തൻ്റെ ആസനങ്ങളെല്ലാം സ്വീകരിച്ചു. ഗംഭീരസ്വരം, മന്ദഹാസം, ഭഗവാന്റെ മന്ദഹാസം തന്നെ ഒന്ന് കിട്ടിയാൽ തന്നെ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം നമുക്ക് തരികയാണ് എന്നറിയാം. അപ്പോൾ രാജാവിനോട് പറഞ്ഞു, നരേന്ദ്ര യാജ്ഞാ കവിഭിർവിഗർഹിത രാജന്യബന്ധോ നിജധർമ്മവർത്തിന തഥാപിയാചേതവ സൗഹൃദേച്ഛയ കന്യാം ത്വദീയാം നഹി ശുൽക്കഥാ വയം. അങ്ങ് സ്വധർമ്മ ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കുന്ന ഒരു ക്ഷത്രിയൻ ഇപ്പോൾ യാചിക്കുന്നത് അയോഗ്യമാണെന്നറിയാം. എങ്കിൽ പോലും അവിടുത്തെ ബന്ധുത്വത്തിലെല്ലാം ഞാനും ഇപ്പോൾ നല്ല പോലെ താല്പര്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, എന്നാൽ കന്യകയെ ചോദിച്ച് ചെല്ലുകയാണ് എന്നതുപോലെ അങ്ങയുടെ കന്യകയെ എനിക്കായി നൽകിയാലും. അപ്പോൾ ആ ഒരു യാചന എന്ന രീതിയിൽ ഭഗവാനിൽ നിന്നും ആ വാക്കുകളും രാജാവിന് കൊടുത്തു. സന്തോഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ മനസ്സൊന്ന് ശാന്തമാകുകയാണ്. പിന്നെ അങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന മൂല്യമൊന്നും ഒരുപക്ഷെ എനിക്ക് തരാൻ കഴിഞ്ഞു വന്നിരിക്കില്ല, എനിക്കറിയാൻ കഴിയുന്നില്ല. ഈ മിടുക്കന്മാരായിരിക്കുന്ന 7 വൃക്ഷങ്ങളുണ്ടല്ലോ, അവയെ ജയിക്കാനും മറ്റും എനിക്ക് കഴിയുമെന്ന് അറിയില്ല. ഒരു ഗൂഢപരിഹാസം ഉള്ളിലുണ്ട്. എല്ലാം തന്നെ ഭഗവാന് സാധിക്കുമെന്നുള്ളത് രാജാവിനും നഗ്നജിത്തിനും ആയിരിക്കുന്ന രാജാവിനും അതുപോലെ മകൾക്കും ഭക്തരായ നമുക്കും എല്ലാവർക്കും അറിയാമെങ്കിലും ഭഗവാൻ അങ്ങനെ പറയുമ്പോൾ, ഹേ നാഥ, സകല ഗുണങ്ങൾക്കും ഏകസ്ഥാനമായിരിക്കുന്നതായ അവിടുത്തെ ആ ശ്രീവക്ഷസിൽ തന്നെ മഹാലക്ഷ്മി സർവദാ വസിക്കുന്നു. അപ്പോൾ അതിനേക്കാൾ മീതെ ഈ കന്യകയ്ക്ക് ആഗ്രഹിക്കത്തക്ക യോഗ്യനായ ഒരു വരൻ പിന്നെ ആരിയിരിക്കുന്നു? വളരെ ഒരു ആഗ്രഹം ഇങ്ങനെ നിൽക്കുന്നത് മൂലം കന്യകയ്ക്ക് യോഗ്യനായിരിക്കാൻ അങ്ങ് തന്നെയാണ് അത്യുത്തമമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ബലവീര്യങ്ങളെല്ലാം തികഞ്ഞിരിക്കുന്ന ഭഗവാനെ കുറിച്ചുണ്ട്. പോലും ഭക്താഭീഷ്ടപ്രദനായിരിക്കുന്നതായ ഭഗവാൻ അങ്ങ് എൻ്റെ ഈ ശബ്ദത്തെ പരിപൂർത്തിയിൽ എത്തിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറയുമ്പോഴേക്കും പിന്നെ ഭഗവാൻ താമസിയാതെ കണ്ട് തന്നെ ഭഗവാന്റെ 7 ദിവ്യ ശരീരത്തെ എടുത്തുകൊണ്ട് സപ്തൈരേ ഗോവൃഷാവീര
ദുർധാന്ധാ ദുരവഗ്രഹ ഏധേർഭഗ്നാസു ബഹവോ ഭിന്നഗാത്രാ നൃപാത്മജ. ശബ്ദം ഇപ്രകാരമാണ് എന്ന് മനസ്സിലാക്കിയതായ ഭഗവാൻ വളരെ പെട്ടെന്ന് തൻ്റെ ശരീരത്തെ 7ആയി രൂപപ്പെടുത്തി എടുത്തുകൊണ്ട് ആ കാളകളെ പിടിച്ചു കിട്ടുവാനായിട്ട് അവരിങ്ങോട്ട് മുന്നോട്ട് എത്തിയിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ഉത്തരീയമൊക്കെ എടുത്ത് ഭഗവാൻ നല്ലപോലെ മുറുക്കി അങ്ങോട്ട് കെട്ടി. ഉടനെ തന്നെ രാജകന്യക കാണേ തന്നെ ഇപ്പോൾ നമുക്ക് പരസ്പരം കണ്ടും കേട്ടുമിരിക്കാനുള്ളതായ സുഖം എങ്ങനെയോ എന്നതുപോലെ ഇനി എന്താ ഭഗവാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് അങ്ങനെ ഉറ്റുനോക്കിയിരിക്കുന്നതായ മകളാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കെ 7 കാളകളുടെയും സമീപത്തേക്ക് 7 ശരീരവും എടുത്തുകൊണ്ട് പെട്ടെന്ന് ഭഗവാൻ പോയിട്ട് അവയുടെ മൂക്കു തുളച്ച് കയറിട്ടിട്ട് ഇങ്ങനെ പിടിച്ചു. അതോടുകൂടിയോ ബഹുഭാര്യമാരെ ആനന്ദിപ്പിക്കുവാൻ നമുക്ക് ഒരു വൈരവുമില്ലാതെ എല്ലാവരും ഒരുപോലെ കൊണ്ടുപോകുവാനും എല്ലാം ഈ എന്നിലെ എല്ലാം ഒരു അവകാശം തന്നെ എന്ന് പറയാം. ആർക്കും ഒരു ബുദ്ധിമുട്ടുകൾ വരുത്തരുതല്ലേ എന്നതുപോലെ ഭഗവാൻ ആ രാജ്യകന്യകയെ ബോധ്യപ്പെടുത്തുവാനാണോ അവൾ കാണത്തക്ക രീതിയിൽ ഈ ലീല ചെയ്തത് എന്നും നമുക്ക് വേദവ്യാസൻ സൂചിപ്പിച്ചു തന്നിരിക്കുന്നു. ഏതായാലും ഭഗവാന് യാതൊരു വിഷമതയും ഇല്ലാതെ കണ്ട് ആ കാളകളെ മൂക്കുതുളച്ച് കയറിട്ട് പിടിച്ചപ്പോൾ അവ വെറും കളിപ്പാട്ടങ്ങൾ എന്നതുപോലെ ഭഗവാന്റെ പുറകെ 7 പേരും അതാ വരുന്നു എത്രേ. പിന്നാലെ വലിച്ച് 7 കാളകളെയും കളിയായിട്ട് പിന്നാലെ വലിച്ചു കൊണ്ടുവന്നു രാജസന്നിധിയിൽ ഭഗവാൻ അവരെ എത്തിച്ചു. പിന്നീടോ തഥപ്രീതസുധാം രാജ ദദൗ കൃഷ്ണായ വിസ്മിത താം പ്രത്യഗൃഹാത് ഭഗവാൻ വിധിവത് സദൃശീം പ്രദോം. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ മനോരഥം സാധിച്ചുവല്ലോ എന്നോർത്ത് ആ രാജാവ് സന്തോഷപൂർവ്വം ആശ്ചര്യത്തോടുകൂടി പുത്രിയെ വിളിച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാനായി കൊണ്ട് നൽകുകയാണ്. മഹാപ്രഭുവായ ഭഗവാൻ ആത്മസദൃശയായ ആ രാജകന്യകയെ വിധിപ്രകാരം സ്വീകരിക്കുകയും ചെയ്തു. രാജഭഗ്നിമാർക്കെല്ലാവർക്കും അതിയായ സന്തോഷം. പിന്നെ ശംഖവേദ്യാനഘാദികളാകുന്നതായ വാദ്യങ്ങളെല്ലാം ധാരാളമായി മുഴങ്ങുന്നു. ബ്രാഹ്മണന്മാരുടെ ആശീർവാദ വചനങ്ങൾ കേൾക്കുന്നു. വീണ വേണു മുതലായവയുടെ ശബ്ദം അങ്ങനെ രാജധാനിയിലാകെ മുഴങ്ങി. പുരവാസികളായ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും ഈ ഉത്സവ സൂചകമായി പ്രത്യേക വസ്ത്ര അലങ്കാരങ്ങളോടുകൂടി വിവാഹത്തിന് പോകുന്നത് പോലെ തന്നെ അതാ പട്ടുവസ്ത്രങ്ങളൊക്കെ കൊടുത്ത് ആകുന്ന ആഭരണങ്ങളെല്ലാം ഇട്ട് സന്തോഷഭരിതരായി എവിടെയും നോക്കിയാൽ ആഹ്ലാദത്തിമർപ്പ് മാത്രം അവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോഴേക്കും രാജാവ് അതിനോടൊപ്പമായിട്ട് കുറച്ച് പാരിബർഹവും കൊടുക്കുകയാണ്. എന്താ പാരിബർഹം? അവളൊക്കെ കൊടുക്കാനുള്ള സ്ത്രീധനമായിട്ട് എന്തെല്ലാമെന്ന് ദശതേനു സഹസ്രാണി പാരിബർഹമധാത് വിഭോ യുവതീനാം ത്രിസാഹസ്രം നിഷ്കഗ്രീവ സുവാസസാം നവനാഗ സഹസ്രാണി നാഗാശതഗുണാൻ രഥാൻ രഥാത് ശതഗുണാൻ അശ്വാൻ അശ്വാൻ ശതഗുണാൻ നരാൻ. പ്രഭുവായ രാജാവ് 10,000 പശുക്കള് വസ്ത്രാഭരണങ്ങളാൽ കൊണ്ട് അനേകം ആയിട്ട് അലങ്കരിക്കപ്പെട്ടതായ 3000 ദാസികള്, കൂട്ടത്തിൽ 9,000 നാഗസഹസ്രാണി 9,000 ഗംഭീരമായ ആനകള്, അതിൻ്റെ 100 ഇരട്ടി തേരുകള്, അതിൻ്റെ 100 ഇരട്ടി അശ്വങ്ങൾ. അങ്ങനെ പോകുമ്പോൾ ആന, തേര്, കുതിര, കാലാൽപ്പട അങ്ങനെ എല്ലാ വിധത്തിലുള്ളതായ 4 വിധ സൈന്യങ്ങളെയും ഉത്തരോത്തരം ശതാഭിവൃദ്ധിക്കായിക്കൊണ്ട് ഭഗവാൻ നൽകി. ഇനി ദമ്പതിയും രഥമാരോപ്യ മഹത്യാസേനയാ വൃതോ സ്നേഹ പ്രക്ലിന്ന ഹൃദയോ യാപയാമാസ കോസല. അങ്ങനെ വൻപിച്ച സേനയാൽ ചുറ്റപ്പെട്ടതായ ആ ഭഗവാനും ദേവിയെയും സ്നേഹാദ്രമായ മനസ്സോടുകൂടി നഗ്നചിത്ത് യാത്ര അയക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് പല പ്രാവശ്യവും അനേകം രാജാക്കന്മാരെല്ലാവരും വന്ന് യദുക്കളോട് തോറ്റോടിയെന്ന് പറഞ്ഞല്ലോ. കളയെ വിജയിക്കാൻ കഴിയാതെ കണ്ട് അവരുടെ ആഗ്രഹം സാധിക്കാതെ കണ്ട് നിന്നപ്പോൾ ഇവരെല്ലാം ഈ വാർത്ത അറിയുമ്പോഴോ മാർഗതടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി എല്ലാവരും വരികയാണ്. ഈ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ അവർ കോപം കൊണ്ട് അസൂയ കൊണ്ട് എല്ലാം ഈ കന്യകയെ കൊണ്ടുപോകുന്നത് ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് അറിയുമ്പോൾ എന്നാലും മാർഗമധ്യത്തിൽ ചെന്നൊരു തടസ്സം തന്നെ സൃഷ്ടിക്കാമെന്ന് കരുതി മുന്നോട്ട് പോകുന്നു. നിമിഷ നേരം കൊണ്ട് ഗാണ്ഡീവീകാലയാമാസ സിംഹ ക്ഷുദ്രമൃഗാനിവ
ബന്ധുവായ ശ്രീകൃഷ്ണന്റെ ഇഷ്ടത്തിനായി കൊണ്ട് ദ്വാരകയിലേക്ക് ഒരുമിച്ച് പോകുന്നതായ അർജുനനും കൂടെയുണ്ട്. ആ മാർഗമധ്യത്തില് ശരവർഷം ചെയ്യുന്ന ഈ രാജാക്കന്മാരെ സിംഹം മൃഗങ്ങളെ എന്നതുപോലെ തൻ്റെ ഗാണ്ഡീവം എന്ന ധനുസ്സില് പെട്ടെന്ന് നിഷ്പ്രഭമാക്കി തീർക്കോ. ആർക്കും ഒന്നും ഒരു രീതിയിലും ആ രഥത്തെയും യാത്രയെയും തടസ്സപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. പിന്നെ യദുപതിയായ ഭഗവാൻ ആ രാജാവ് നൽകിയതായ സ്ത്രീധനത്തോടും സ്ത്രീരത്നമായ സത്യഭാമയോടും കൂടി ദ്വാരകയിൽ ചെന്ന് സുഖമായി വസിച്ചു എന്ന് പറയാണ്. വീണ്ടും ശ്രുതകീർത്തേ സുധാം ഭദ്രാമുഭയേ മേ പിതൃശ്വസു കയ്യേയും പ്രാതുഭിർദത്താം കൃഷ്ണ സന്ധനാധിപി. ഒരു ശ്ലോകം കൊണ്ടാണ് ഭദ്രയുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. 7ാമത്തെ വിവാഹമായി സത്യയെ വിവാഹം കഴിച്ചു ദ്വാരകയിൽ സുഖിച്ചിരിക്കുന്നതായ സമയത്താണ് പിതൃ സഹോദരിയായ ശ്രുതകീർത്തിയുടെ പുത്രിയാണ്. കേകയ രാജ്യത്തിൽ ജനിച്ചവളാണ്. കൈകേയി എന്നും നാമം പറയുന്നുണ്ട്. ആ കന്യകയായ ഭദ്രയെ വിവാഹം കഴിക്കുവാനായിട്ട് അവരെങ്ങനെ ആ ദേവി എങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു എന്ന് സഹോദരന്മാർ വന്നൊരു അപേക്ഷ എന്നതുപോലെ പറഞ്ഞറിയിക്കുമ്പോൾ കേകയാദീശന്മാരുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ അവളെയും സ്വന്തമാക്കി. ഇനിയും സുധാം ച മധ്രാധിപതേർ ലക്ഷ്മണാം ലക്ഷണേർയുധാം സ്വയംവരേ ജഹാരേഗസ സുവർണ സുധാമിവ. 8ാമത്തെ വിവാഹമായി ഭഗവാന്. അത് മാതൃരാജാവിൻ്റെ പുത്രി സർവശുഭലക്ഷണ സമ്പന്നയുമായിരിക്കുന്ന ലക്ഷണങ്ങളോട് എല്ലാം ചേർന്നിരിക്കുന്ന ലക്ഷ്മണ എന്ന കന്യക. അവളെയും ഏകനായിട്ട് ഭഗവാൻ ഗരുഡൻ സ്വർഗലോകത്തിൽ നിന്നും ഏകനായി വന്ന അമൃതം കൊണ്ടുപോയതുപോലെ ഭഗവാൻ അവളെയും സ്വീകരിച്ചു. അങ്ങനെ ഭഗവാന്റെ അഷ്ടമവിഷ്യോദ്വാഹം ഇത്രയും ഭാഗം കൊണ്ട് ഇവിടെ സമർപ്പിക്കപ്പെട്ടു. ഇനിയും ഒരേ ഒരു ശ്ലോകത്തിൽ 58ാം അധ്യായത്തിൽ പറയുന്നു, അന്യാം ശൈവം വിധാ ഭാര്യ കൃഷ്ണസ്യാസൻ സഹസ്രശ ഭൗമം ഹത്വാ തന്നിരോധാത് ആഹൃദശ്ചാരു ദർശന. നരകാസുരൻ എന്ന് പറയുന്നതായ ഒരു അസുരൻ്റെ കഥാഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. അവിടെ അനേകം സ്ത്രീകളെ ബലാത്കാരത്താൽ തൻ്റെ ഗുഹയ്ക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നു. ആ വിശേഷം പറഞ്ഞുകൊണ്ട് 59ാമത്തെ അധ്യായത്തിൽ യഥാ ഹതോ ഭഗവധ ഭൗമോയേന ചതാ സ്ത്രീയാ നിരുദ്ധ്വായേതദാജക്ഷ്വ വിക്രമം ശാർഗധന്വന. ശാർഗധന്വനായിരിക്കുന്നതായ ഭഗവാൻ ശ്രീഹരി ഭാര്യയായി എത്ര പേരെയാണെന്നറിയോ? 16,100 എന്നും 16,000 എന്നും അറിയപ്പെടുന്നു. അത്രയും കന്യകമാരെയാണ് ഭൗമൻ നരകാസുരൻ ഭൂമിപുത്രനാണ്. എങ്ങനെയാ ഭൂമിപുത്രൻ്റെ ജന്മമൊന്നും ആലോചിക്കാം. ഭഗവാൻ ഭൂമിയെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി സമുദ്രത്തിലേക്ക് ആഞ്ഞു ചാടുന്നതായ സമയം ഏതു രൂപത്തിലാണ്? വരാഹരൂപത്തിലായിരുന്നു അല്ലേ? വരാഹരൂപത്തിൽ ഉള്ളതായ ഭഗവാൻ വന്നിട്ട് തത്സമയം ഭൂമിക്കൊരു പോറൽ പോലും ഇല്ലാതെ കണ്ട് സമുദ്രത്തിലേക്ക് ആഞ്ഞുചാടി വന്നപ്പോൾ തൻ്റെ തേറ്റയിൽ ചെറിയ തേറ്റയാണ്, അതിലൊരു കടുകുമണിയോളം മാത്രം വലിപ്പത്തിലുള്ളതായ ഭൂമിയെ എങ്ങും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കണ്ട് ഭൂമിയിൽ സ്ഥാപിക്കുകയുണ്ടായി. തത്സമയം ഭൂമിദേവിക്കും ഭഗവാനുമായിട്ടുള്ളതായ സമ്പർക്കത്തിൽ നിന്നും ജാതനായ പുത്രനാണ് നരകാസുരൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ജനിച്ച ഉടനെ തന്നെ ഒരു നരനെ ജീവനോടെ വിഴുങ്ങിയെന്നും പറയുന്നു. അങ്ങനെ വിശേഷം. പിന്നെ ഭൂമിദേവിയുടെ സമ്മതപ്രകാരം മാത്രമാണ് നമുക്ക് ഈ നരകനെ വധിക്കാൻ കഴിയുള്ളൂ എന്നുകൂടി ഭഗവാനിൽ നിന്നും ദേവി വരം വാങ്ങിയിട്ടുണ്ട്. ഭഗവാൻ നാരായണാസ്ത്രം കൊടുത്തിട്ടുണ്ട്. അതും നാരായണൻ ദേവതയായിരിക്കുന്നതായ രീതിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടുമുള്ളതായ നരകാസുരൻ്റെ കഥാഭാഗമാണ് വരുന്നത്. അപ്പോൾ നരകാസുരൻ കുറച്ച് മോഷണങ്ങളൊക്കെ ചെയ്താണ് നമുക്ക് തുടക്കം തന്നെ തരുന്നത്. നരകാസുരൻ കുറച്ച് ഘോരമായ കൃത്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഭഗവാന്റെ സമീപം വന്നെത്തി ഈ കാര്യങ്ങളെ ബോധിപ്പിക്കുകയാണ്. സത്യഭാമയുടെ കൊട്ടാരത്തിലാണ് അന്ന് ഭഗവാനോട് പറയും, നരകാസുരൻ അഥാ വരുണന്റെ ഇന്ദ്രേണ ഹൃദഛത്രേണ ഹൃദകുണ്ഡല ബന്ധുന ഹൃദാമരാദ്രസ്ഥാനേന ജ്ഞാപിതോ ഭൗമചേഷ്ടിത. എന്തെല്ലാമാണ്? വരുണന്റെ ഛത്രത്തെ അപഹരിച്ചിട്ടുണ്ട്. ഇന്ദ്രന്റെ മാതാവായ അതിഥിയുടെ കുണ്ടലങ്ങളെ, രത്നങ്ങൾ പതിച്ചതായ കുണ്ടലങ്ങളാണ്, അവയെല്ലാം മോഷ്ടിച്ചു. അതുപോലെ മഹാമേരുവിലെ ഇന്ദ്രനുള്ളതായ മണിപർവ്വതം എന്നൊരു സ്ഥാനമുണ്ട്, ഇവയും മോഷ്ടിച്ചു. അങ്ങനെ നരകാസുരനെ എല്ലാം അപഹരിച്ചു. ഈ ഉപദ്രവം സഹിക്കാൻ കഴിയുന്നില്ല. ആരാണ് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും എല്ലാവരെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്?
ഭഗവാൻ എന്ന ദിവ്യശക്തി ഒന്ന് മാത്രം. ഭഗവാന്റെ അടുത്ത് എത്തണം. ഭഗവാനെ അങ്ങോട്ട് വിളിക്കാനുള്ള മനസ്സ് തുറന്ന് പാഞ്ചാലി വിളിച്ചതുപോലെ കൃഷ്ണ എന്നങ്ങ് എത്ര വൈകിയോ അത്രയും വരെ ഭഗവാൻ എത്തിയില്ല അല്ലേ. നീട്ടി കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ ഏത് രൂപത്തിൽ വന്നു? പാഞ്ചാലി വേദന പൂണ്ടു വിളിച്ചപ്പോൾ ചേലയായി അല്ലേ, ചേലയായിട്ടല്ലേ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്, ദേവിക്ക് അനുഗ്രഹം കൊടുത്തതുപോലെ. ഇനിയിപ്പോൾ താമസിക്കേണ്ട കാര്യമില്ല. ഭഗവാൻ ഉടൻ തന്നെ സഭാര്യോഗരുടാരൂഢ പ്രാഗ്ജ്യോതിഷപുരം വ്യയോ ഗിരിദുർഗൈ ശസ്ത്രദുർഗേ ജലാഗ്നി അനിലദുർഗമം മുരപാശായുധേർഘോരേ ദൃഢൈ സർവത്ര ആവൃതം. ഇത്രയും കാര്യം ഇന്ദ്രൻ പറഞ്ഞു കേട്ടപ്പോഴേക്കും ഗരുഡനെ സ്മരിച്ചപ്പോൾ തന്നെ ഗരുഡൻ വളരെ പെട്ടെന്ന് അവിടെ എത്തുന്നു. പുറത്ത് കയറി പോകുവാനുള്ളതായ സമയത്ത് സത്യഭാമയെ കൂടി കൂട്ടിയാണ് ഭഗവാൻ പോകുന്നത്. ഭൂമിയുടെ അംശമാണ് സത്യഭാമ. ദേവിയുടെ അനുഗ്രഹമുണ്ട്, ഭൂമിയുടെ അനുഗ്രഹമുണ്ട് എങ്കിലാണ്, ആ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് വധിക്കാൻ കഴിയുള്ളൂ എന്ന് ഭഗവാന് നേരത്തെ തന്നെ വരം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നരകാസുരൻ്റെ പുരമാണ് പ്രാഗ്ജ്യോതിഷപുരം. ഏതാണ്? പ്രാഗ്ജ്യോതിഷപുരമാണ്. അപ്പോൾ പ്രാഗ്ജ്യോതിഷപുരത്തിന് വളരെ സവിശേഷതകളാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടാൽ അനേകം കോട്ടകളാണ്, അതായത് ഒരു മാന്ത്രിക കോട്ട പോലെ ഒക്കെയാണ്. ആദ്യത്തേത് ബഹുദുർഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതായ ആ പ്രാഗ്ജ്യോതിഷപുരത്തിൽ ഒന്നാമതായിട്ട് നോക്കുമ്പോൾ വലിയ വലിയ പർവ്വതങ്ങളാണ് കാണുന്നത്. ആർക്കും തന്നെ അവിടെ പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ ഗരുഡന്റെ പുറത്തങ്ങനെ പറന്ന് അവിടെ എത്തുവാൻ ഭഗവാൻ എത്തിയതിൻ്റെ കാര്യം പറയുകയാണ്. ആ പർവ്വതങ്ങളെ നിറഞ്ഞിരിക്കുന്ന അവതിന്നും അകത്ത് കടന്നാൽ അതാ വീണ്ടും കാണുന്നു വലിയ ഉന്നതമായ മതിലുകൾ കെട്ടിയിരിക്കുന്നു. മതിലുകളുടെ മുകളിൽ ഒക്കെ കൂർത്തുമൂർത്തുള്ളതായ ശസ്ത്രങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെ. ഇവിടെയൊക്കെ മതിലിൻ്റെ പുറത്ത് നമ്മൾ ഓരോന്നൊക്കെ ക്ഷുദ്രജീവികളൊക്കെ കേടാതെ ഉണ്ട്, നാം കുറച്ചതുപോലെയൊക്കെ അനുവർത്തിച്ചു വരുന്നു അല്ലേ. എന്നതുപോലെ ഇവിടെ വലിയ മതിലുകളാണ്. ആ മതിലുകളുടെ പുറത്തുള്ളതായ ആ ശസ്ത്രങ്ങൾ അവയെയും കടന്നിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് എത്താൻ. അവിടെ ചെല്ലുമ്പോൾ വലിയ കിടങ്ങാണ് മൂന്നാമത്, നിറച്ച് ജലം നിറഞ്ഞിരിക്കുന്നതായ വലിയ കിടങ്ങ്. അതിനെ കടന്നു ചെന്നാൽ ഉജ്ജ്വലിച്ചു കൊണ്ടിരിക്കുന്നതായ അഗ്നി, അതും കടന്നു ചെന്നാൽ ചക്രം പോലെ സദാസമയവും ചുറ്റിക്കൊണ്ടിരിക്കുന്നതായ ചുഴലിക്കാറ്റ് മുഴങ്ങുന്നതായ ഒരിടമുണ്ട്. അവിടെയും അതും കടന്നങ്ങോട്ട് കടന്നു ചെന്നാൽ വരിഞ്ഞു കെട്ടി നിൽക്കുന്നതായ രീതിയിൽ മുറിക്കാൻ കഴിയാത്തത്ര രീതിയിൽ മുരപാശം, ആ മുരാസുരൻ്റെ പാശങ്ങളെ കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നു. ആ പാശവും ആ പാശത്തോടു കൂടിയുള്ളതായ സ്ഥലങ്ങളും എല്ലാം കടന്നു ചെന്നുകൊണ്ട് ഭഗവാൻ അവിടെ എത്തുമ്പോൾ എല്ലാം ഗരുഡാരൂഢനായി പോയത് കൊണ്ട് തന്നെ ഭഗവാൻ ഈ ദുർഗങ്ങളെല്ലാം വളരെ പെട്ടെന്ന് കടന്ന് അവിടെ എത്തുകയാണ് ചെല്ലുമ്പോൾ പാഞ്ചജന്യധ്വനിയും ശ്രുത്വാ യുഗാന്താശനി ഭീഷണം മുരശയാനമുത്തസ്തോ ദൈത്യ പഞ്ചശിരാജലാത്. അപ്പോൾ പഞ്ചജന്യയുടെ ആ പഞ്ചജന്യത്തിൻ്റെ ശബ്ദം കേട്ടുമ്പോൾ ഭക്തർക്കെല്ലാം എന്താണ്? ഭക്തർക്ക് വളരെ സന്തോഷമാണ്. ദേവന്മാർക്കും സന്തോഷം വരും. അസുരന്മാരോ അവർക്കൊരു ഭയങ്കര ധ്വനിയായിട്ട് തീരും. ഭക്തന്മാർക്ക് പരമാനന്ദം, ജ്ഞാനികൾക്ക് പരമജ്ഞാനപ്രദവും ഒക്കെ ആയിരിക്കുന്നതായ അതിൻ്റെ ധ്വനി കേട്ടപ്പോഴേക്കും മുരാസുരൻ തൻ്റെ ത്രിശൂലവും എടുത്തുകൊണ്ട് ഭഗവാനോടൊപ്പം 5 മുഖങ്ങളാണ് അവനുള്ളത്. ആ 5 മുഖങ്ങളിൽ നിന്നും എല്ലാ രീതിയിലും ഭഗവാനെ ഇപ്പോൾ വിഴുങ്ങുമെന്ന രീതിയിൽ വന്നെത്തുമ്പോൾ ഗരുഡൻ്റെ നേർക്ക് വരുന്നതായ സർപ്പം എന്നതുപോലെ അതാ ആ നേരിട്ട് വന്ന് മരണം ഏറ്റുവാങ്ങുന്നതായ അവനെയാണ് കാണാൻ കഴിഞ്ഞത്. ശൂലം കയ്യിൽ പെട്ടുകൊണ്ട് തന്നെ ഭഗവാൻ പെട്ടെന്ന് തൻ്റെ കയ്യിലുള്ളതായ എല്ലാ ആയുധങ്ങളും ഉണ്ട്. പീതാംബരം കരവിരാജിതമായിരിക്കുന്ന ഗദയും ശംഖവും ചക്രമൊക്കെ ഉണ്ടല്ലോ ഭഗവാന് സദാ. അതുകൊണ്ടെല്ലാം പെട്ടെന്ന് അവയെല്ലാം തന്നെ ഓരോ ആയുധങ്ങളെയും മുരൻ്റെ ഓരോ മുഖത്തെയും എല്ലാം നശിപ്പിച്ച് ഇല്ലാതാക്കി. അത് കണ്ടുകൊണ്ട് പുത്രന്മാരെല്ലാവരും കൂടുതൽ ക്രുദ്ധരായിക്കൊണ്ട് ഭഗവാനോടൊപ്പം യുദ്ധം ചെയ്യാൻ വരുന്നു അത്രേ. അപ്പോൾ അവരാണ് താമ്രോന്തരീക്ഷ ശ്രവണോ വിഭാവസു തുടങ്ങിയതായ 7 പുത്രന്മാരാണ്. അവരെയും ഭഗവാൻ പെട്ടെന്ന് തന്നെ ആധിപതിയായിരിക്കുന്ന സൈന്യാധിപതിയായിട്ട് പീഡനം എന്നൊരാളുണ്ട്, അദ്ദേഹത്തെ കൂട്ടിയാണ് വന്നിരിക്കുന്നത്. അവരെയും ഇല്ലാതാക്കി അമോഘമായിരിക്കുന്നതായ ഭഗവാന്റെ അടുത്ത് എത്തുന്ന എല്ലാവരെയും എല്ലാ രീതിയിലും നരകാസുരൻ കാണുകയാണ്. പിന്നെ ഇവരെല്ലാം നശിച്ചിരിക്കുന്നു. എവിടെ? തൻ്റെ ആ കോട്ടയുടെ എല്ലാം മുകളിൽ കയറിയുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തതായി ഈ കാര്യത്തെ കണ്ട് ഭഗവാനോടൊപ്പം യുദ്ധത്തിന് വേണ്ടി ഓടി വരുന്നതായ നരകനെയും വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ യമലോകത്തേക്ക് അയക്കുന്നു.
പിന്നീട് തൻ്റെ ചെറുപുത്രനായിട്ടൊരു ഭഗദത്തനുണ്ട്, അവനെ അനുഗ്രഹിക്കാൻ പറഞ്ഞുകൊണ്ട് ഭൂമിദേവി വരുന്നു. ആ ഭൗമാപഹൃതമായിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും തിരിച്ചേൽപ്പിക്കുവാനായിട്ട് ദേവി ആ വസ്തുക്കളെയെല്ലാം കൊണ്ടുവന്ന് ഭഗവത് സമക്ഷം വയ്ക്കുന്നു. ആ ഭഗദത്തനോടൊപ്പം അകത്ത് ചെല്ലുമ്പോഴാണ് രാജകന്യകമാരെ പൂട്ടിയിട്ടിരിക്കുന്നതായ ആ സ്ഥലത്ത് വന്നെത്തുന്നത്. അവിടെയുള്ള കന്യകമാരെല്ലാവരും ഭഗവാനെ ഒരു നിമിഷം കണ്ടപ്പോഴേക്കും ഗോപിമാരുടെ ആ സ്നേഹവും അവരുടെ ആഗ്രഹവും പോലെ കാത്യായനി മഹാമായയോട് പ്രാർത്ഥിച്ച പോലെ തൻ്റെ പതിയായി തീരണേ എന്ന് ഓരോരുത്തരും ഹൃദയ അന്തർഭാഗത്ത് ഭഗവാനായിക്കൊണ്ടുള്ളതായ പ്രാർത്ഥന. അങ്ങനെ നിൽക്കുന്ന സമയം ഭൂമിദേവി ഭഗവാനെ പ്രാർത്ഥിച്ചു. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഗ്രയെ. ആ സ്തുതികൾ നീളുകയാണ്. എല്ലാം കൊണ്ടും അത്യുത്തമായിരിക്കുന്നതായ ഭഗവാനിലൂടെ ഇത്രയും കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞപ്പോൾ ദേവിയുടെ സന്തോഷം എല്ലാം അങ്ങനെ നിൽക്കുന്നു. ഭഗവാനുടൻ തന്നെ ആ 16,100 പേരെയും ഒരുപോലെ ഭൂഷിതാംഗികളായിക്കൊണ്ട് പല്ലക്കിലെല്ലാം ഏറ്റി ദ്വാരകയിലേക്ക് അയക്കുവാൻ ഭൃത്യന്മാരെ ചുമതലപ്പെടുത്തി. അവിടെ എത്തപ്പെടുന്നതായ അവരെ എല്ലാവരെയും ശുഭമായ മുഹൂർത്തത്തിൽ തൻ്റെ ഒപ്പം ഇതുപോലെ തന്നെ ഭഗ്നിപഥത്തിലേക്ക് എത്തുവാനായിട്ട് ഭഗവാൻ ആ കരുണ കാണിച്ചു എന്നുള്ളത് മനസ്സിലാകുക. അപ്പോൾ പോകുന്ന വഴിക്കാണ് ദേവലോകത്തേക്ക് ഇത് കൊണ്ടുപോയി എത്തിക്കാനുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ആ സ്വർഗീയ പുഷ്പം പാരിജാതത്തെ കണ്ട് സത്യഭാമയ്ക്ക് മോഹമുണ്ടാകുന്നു. ഭഗവാൻ അത് പിഴുതെടുക്കുമ്പോൾ അതാ ഇന്ദ്രാദിദേവന്മാര് അവര് യുദ്ധത്തിന് വന്നിരിക്കുക. എല്ലാം കൊണ്ടും കൊടുത്തതായ ആ വസ്തുക്കൾ എത്ര അനുഗ്രഹമായിരുന്നുവരെ ഇന്ദ്രൻ ആലോചിച്ചതായ എല്ലാ കാര്യങ്ങളെയും നിറവേറ്റി കൊടുത്തിട്ടും ധനം ശ്രീമതം എന്നുള്ളതായ ദോഷം അവിടെ ഇന്ദ്രന് കാണുന്നു. അവിടെ നിന്നും എന്നിരുന്നാലും പാരിജാത ചെടിയെ കൊണ്ടുവന്നു സുഖമായിട്ട് ഭൂമിയിൽ ദേവിയുടെ സത്യഭാമയുടെ അങ്കണത്തിൽ വെച്ചുവെങ്കിലും പുഷ്പങ്ങളൊക്കെ കുറച്ചുകൂടി രുക്മിണിയുടെ ഭാഗത്തേക്ക് എത്താൻ ഭാഗത്തിന് ഭഗവാൻ കൊടുക്കുകയാണ്. ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഇതിൻ്റെ തത്വങ്ങളെ കൂടി പറയുമ്പോൾ അഷ്ടാപ്രകൃതിയായിട്ടും എല്ലാം പറയുന്നു ഭഗവത്ഗീതയിലും. അതോടൊപ്പം നമുക്കിവിടെ 7-ാമത്തെ അധ്യായത്തിലുമെല്ലാം ആ പ്രകൃതികളെല്ലാം കുറിച്ച് പറയുന്നുണ്ട്. അഷ്ടപ്രകൃതിയ പ്രോക്തസ്ത്രയേവഹിതദ്ഗുണ വിഘാര ഷോഡശാചാര്യ പുമാനേക സമന്വയാത് 8-16 എന്നുള്ളതായ വസ്തുക്കളെ കുറിച്ചും എല്ലാം വിശദീകരണമുണ്ട്. സമയക്കുറവിൽ അത് അങ്ങോട്ടേക്ക് നീക്കുന്നില്ല. ഓരോ പദങ്ങളെയും ഭഗവത്പാദങ്ങളിലെ അക്ഷരമാല്യങ്ങളായി തീരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. മരംകുളങ്ങര ഭഗവതി അമ്മേ ശരണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.